ദൈവത്തിന്റെ കൃപയിൽ ഒരിക്കൽ കൂടി ഒരു ഒരു പുതിയ മീറ്റിംഗുമായിട്ട് നിങ്ങളുടെ മുമ്പിൽ വരുവാൻ ദൈവം കൃപ ചെയ്തു. ഞാൻ വിശ്വസിക്കുന്നു ഇന്നത്തെ ഈ മെസ്സേജ് ഇത് കേൾക്കാൻ പോകുന്ന സകല വ്യക്തികളുടെ മേലും ദൈവത്തിൽ നിന്നും ചില ഡെലിവറൻസുകളെ കൊണ്ടുവന്ന് ഞാൻ വിശ്വസിക്കുന്നു. ചില ഡെലിവറൻസുകളെ നിങ്ങളുടെ ജീവിതത്തിൽ ചെയ്യാൻ വേണ്ടി പോവാണ്. ഈ മീറ്റിംഗിന്റെ ലിങ്ക് നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഫോർവേഡ് ചെയ്യുക, നിങ്ങളുടെ ഫാമിലിക്ക് ഫോർവേഡ് ചെയ്യുക. ഞാൻ വിശ്വസിക്കുന്നു ആരൊക്കെ അത് ജോയിൻ ചെയ്യാൻ പോകുന്നു, ആരൊക്കെ ഈ ഒരു കാര്യം യൂട്യൂബിലൂടെ കാണാൻ വേണ്ടി പോകുന്നു, അവരുടെ ജീവിതത്തിൽ ഇന്ന് യഥാർത്ഥമായിട്ട് പരിശുദ്ധാത്മാവിന്റെ ഒരു ശക്തി ചലിക്കാൻ വേണ്ടി പോവാണ്. പരിശുദ്ധാത്മാവിൽ നിന്നും ചില കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ വേണ്ടി പോവാണ്. നമ്മൾ നേരത്തെ അനൗൺസ് ചെയ്ത പോലെ തന്നെ കറക്റ്റ് ആ മീറ്റിംഗിന്റെ സമയത്ത് തന്നെ സ്റ്റാർട്ട് ചെയ്തു. ഞാൻ വേറെ ആൾക്കാർക്ക് വേണ്ടി ഞാൻ വെയിറ്റ് ചെയ്യുന്നില്ല. ഞാൻ എന്റെ മെസ്സേജിലോട് ഡയറക്റ്റ് ആയിട്ട് കിടക്കുവാണ്. കഴിയുന്ന ആൾക്കാർ നിങ്ങളുടെ വീഡിയോ ഓൺ ആക്കി വെക്കുക. കഴിയുന്ന ആൾക്കാരെല്ലാം, ഞാൻ നിർബന്ധിക്കുന്നില്ല, എത്ര ആൾക്കാർക്ക് പറ്റുന്നു അത്ര ആൾക്കാർ നിങ്ങളുടെ ക്യാമറയെ നിങ്ങൾ ഓൺ ആക്കി വെക്കുക. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. കർത്താവെ, ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു യേശുവിന്റെ നാമത്തിൽ. കർത്താവെ, ഇന്നത്തെ മീറ്റിംഗ് അങ്ങയുടെ കരങ്ങളിലേക്ക് ഞാൻ സമർപ്പിക്കുന്നു. പരിശുദ്ധാത്മാവിന്റെ കർത്താവെ, അങ്ങയുടെ പരിശുദ്ധാത്മാവ് കർത്താവ് ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്ന വ്യക്തികളുടെ മേൽ, കർത്താവ് ഇനി അത് കേൾക്കുവാൻ പോകുന്ന വ്യക്തികളുടെ മേൽ യഥാർത്ഥമായിട്ട് അവർക്ക് അനുഭവിക്കാൻ തക്ക രീതി അങ്ങയുടെ ശക്തി പരിശുദ്ധാത്മാവ് കർത്താവ് അവരുടെ മേലേക്ക് വ്യാപരിക്കണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇത് കേൾക്കുന്ന വ്യക്തികളുടെ മേൽ രോഗസൗഖ്യങ്ങൾ സംഭവിക്കട്ടെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഡെലിവറൻസുകൾ അവരുടെ കുടുംബത്തിൽ എന്താണ് ആവശ്യം, ആ ഡെലിവറൻസുകൾ അതുപോലെ ചലിക്കട്ടെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. യഥാർത്ഥമായി പരിശുദ്ധാത്മാവുമായ ഒരു കണക്ഷൻ കർത്താവെ ഇന്നത്തെ മീറ്റിംഗിൽ അവരുടെ മേൽ സംഭവിക്കണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അങ്ങയുടെ ആത്മാവ് ഓൾറെഡി ഈ പ്ലാറ്റ്ഫോമിൽ മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്ന കൃപയ്ക്കായിട്ട്, ഇപ്പോൾ യഥാർത്ഥമായി മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്ന കൃപയ്ക്കായിട്ട് നന്ദി, യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. ഞാനിത് പ്രാർത്ഥിക്കുന്ന സമയത്ത് തന്നെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് മൂവ് ചെയ്യാൻ തുടങ്ങി. ഇതാണ് റിയാലിറ്റി. നമ്മുടെ എത്രമാത്രം നമ്മുടെ എന്താ പറഞ്ഞ വാക്കുകളുടെ സാമർഥ്യത്തിലൊന്നും വലിയ കാര്യമൊന്നുമില്ല. പക്ഷെ ദൈവത്തിന്റെ ശക്തി റിയൽ ആണ്. വിശ്വസിക്കുന്ന സകലരുടെ മേലും ദൈവത്തിന്റെ ശക്തി റിയൽ ആയിട്ട് മാനിഫെസ്റ്റ് ചെയ്യും. ഇതാണ് സത്യം. കാര്യം നമുക്കറിയാം, നിങ്ങൾ ഒരു പക്ഷെ കാതറിൻ കുൽമാനെ കുറിച്ച് കേട്ട് കാണാം, ഒത്തിരി പേര് കേട്ട് കാണാം. പരിശുദ്ധാത്മാവ് വളരെ ശക്തിയായിട്ട് ഉപയോഗിച്ച ഒരു വ്യക്തിയാണ് കാതറിൻ കുൽമാൻ. കാതറിൻ കുൽമാൻ ഒരു സാധാരണ എന്താ പറഞ്ഞ പ്രത്യേകിച്ച് പരിശുദ്ധാത്മാവിന്റെ മാനിഫെസ്റ്റേഷൻ അതൊരു സാധാരണ ഒരു സഭയിലായിരുന്നു. പക്ഷെ ഒരു സമയത്ത് അവരുടെ മേൽ പരിശുദ്ധാത്മാവിന്റെ ഒരു ശക്തി വന്ന് അന്ന് അവർ അറിയുന്നത് ഇത് റിയൽ ആണ്. അതിനുശേഷം അവരുടെ മീറ്റിംഗിൽ വലിയ വലിയ സൗഖ്യങ്ങൾ സംഭവിക്കാൻ വേണ്ടി തുടങ്ങി. പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയുടെ മേൽ റിയൽ ആയിട്ട് വന്നാൽ ആ വ്യക്തിയുടെ ജീവിതം മാറും. ആ വ്യക്തി നിമിത്തം മറ്റുള്ളവരുടെ ജീവിതം മാറും. ഞാൻ പിന്നെയും പറയാണ്, നമുക്ക് വേണ്ടത് ബുദ്ധിയുടെ ജ്ഞാനമല്ല, ബുദ്ധി കൊണ്ടുള്ള ജ്ഞാനമല്ല, മറിച്ച് യേശുവിൽ നിന്നും പരിശുദ്ധാത്മാവിൽ നിന്നും നമ്മുടെ മേൽ വരുന്ന ആ ഒരു കാര്യമാണ്, ആ ഒരു ജ്ഞാനമാണ് നമ്മുടെ മേൽ വേണ്ടത്. അങ്ങനെയാണെങ്കിൽ നമ്മൾ സംസാരിക്കുമ്പോൾ, നമ്മൾ വചനം പറയുമ്പോൾ യഥാർത്ഥമായി വ്യക്തികളുടെ മേൽ ഡെലിവറൻസ് സംഭവിക്കും. നമ്മുടെ ജീവിതത്തിൽ ഡെലിവറൻസ് സംഭവിക്കും. ഞാൻ ഒട്ടും തന്നെ സമയം കളയുന്നില്ല. ദൈവം തന്ന ഒരു വചനം 2 ശമൂവേൽ 6-ാം അധ്യായം 3 തൊട്ട് 7 വരെയുള്ള വാക്യങ്ങൾ. 2 ശമൂവേൽ 6-ാം അധ്യായം 3 തൊട്ട് 7 വരെയുള്ള വാക്യങ്ങൾ. നിങ്ങൾ കഴിയുന്ന ആൾക്കാർ നിങ്ങളുടെ ബൈബിൾ എടുക്കുക. ഞാൻ ഈ പറയുന്ന കൂട്ടത്തിൽ തന്നെ നിങ്ങളും കൂടെ വായിക്കുക. കാരണം വചനത്തിലാണ് ശക്തി. അവിടെ എഴുതിയിട്ടുണ്ട്, അവർ ദൈവത്തിന്റെ പെട്ടകം ഒരു പുതിയ വണ്ടിയിൽ കയറ്റി കുന്നിന്മേലുള്ള അബിനാദാബിന്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നു. അബിനാദാബിന്റെ പുത്രന്മാരായ ഉസ്സയും അഹയ്യാവും ഈ പുതിയ വണ്ടി തെളിച്ചു. ഇവിടെ പറയുന്ന ഒരു കാര്യം ഞാൻ ആദ്യത്തെ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. ദാവീദ് രാജാവായ ശേഷം ദൈവത്തിന്റെ പെട്ടകം ഇവിടെ പറഞ്ഞിരിക്കുന്ന പോലെ അബിനാദാബ് എന്ന് പറഞ്ഞൊരു വ്യക്തിയുടെ വീട്ടിൽ വെച്ചിരിക്കുകയാണ് ദൈവത്തിന്റെ പെട്ടകം. അത് ദാവീദ് പറയുന്ന പോലെ സ്ഥലത്തേക്ക് മാറ്റാൻ വേണ്ടിയുള്ള ഒരു പ്ലാൻ ചെയ്യുക. കാര്യം നമുക്കറിയാം, ഫിലിസ്തീർ നമ്മൾ കുറച്ച് പുറകോട്ട് വായിച്ച് നോക്കി അറിയാം, ഫിലിസ്തീർ നിമിത്തം ദൈവത്തിന്റെ പെട്ടകം ഒരിക്കൽ പിടിക്കപ്പെട്ടു. അതിനുശേഷം അത് അവരുടെ ദേവന്റെ ക്ഷേത്രത്തിൽ കൊണ്ടുവച്ചു. അവർക്ക് അവിടെ വലിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി. അവസാനം അവർക്ക് തിരിച്ചു കൊണ്ട കൊടുക്കേണ്ടതായിട്ട് വന്നു. തിരിച്ചു കൊണ്ട കൊടുത്ത സമയത്ത് ഇവർ വെച്ചത് ഈ പറഞ്ഞ അബിനാദാബിന്റെ അടുത്താണ്. അതിനുശേഷം ശൗല് രാജാവായി. ശൗല്
ഇസ്രായേലിനെ ഭരിച്ചു. ആ സമയത്തൊന്നും ഈ പെട്ടകത്തെ കുറിച്ച് മെൻഷൻ ചെയ്തില്ല. പെട്ടകം ആ സമയത്ത് ഈ വ്യക്തിയുടെ ജീവിതത്തിൽ വീട്ടിയിരിക്കുക. എന്നാൽ ഒരു പ്രത്യേക സമയത്ത് ദൈവം രാജാവ് എന്ന പദവി ദാവീദിന് കൊടുത്തത്. ദാവീദ് പറഞ്ഞു ഈ പെട്ടകം വീണ്ടും പഴയ സ്ഥലത്തോട്ട് കൊണ്ടുപോകണം. അതിനുവേണ്ടിയുള്ള ഒരു പ്രോസസ്സാണ് ഇവിടെ കാണിക്കുന്നത്. അവർ ആ പെട്ടകം അദ്ദേഹത്തിന്റെ വീട്ടിൽ നിന്ന് എടുത്തുകൊണ്ട് പോകാൻ വേണ്ടി പ്ലാൻ ചെയ്തു. ഉസയും അഹവിയ പുതിയ വണ്ടി തെളിച്ചു. കുന്നിന്മേലുള്ള അഭിനാദാബിന്റെ വീട്ടിൽ നിന്നും അവർ അതിനെ ദൈവത്തിന്റെ പെട്ടകവുമായി കൊണ്ടുപോരുമ്പോൾ ആഹ്യോ പെട്ടകത്തിന് മുമ്പായി നടന്നു. ദാവീദും ഇസ്രായേൽ ഗ്രഹമൊക്കെയും സരളമരം കൊണ്ടും സകലവിധ വാദിത്രങ്ങളോടും കിന്നരം, വീണ, തപ്പ്, മുരജം, കൈത്താളം എന്നിവയോടും കൂടെ യഹോവയുടെ മുമ്പാകെ നൃത്തം ചെയ്തു. അവർ നാഗോന്റെ കളത്തിങ്കിൽ എത്തിയപ്പോൾ കാള വിരണ്ടതുകൊണ്ട് ഉസ്സ കൈ നീട്ടി ദൈവത്തിന്റെ പെട്ടകം പിടിച്ചു. അപ്പോൾ യഹോവയുടെ കോപം ഉസ്സയുടെ നേരെ ജ്വലിച്ചു. അവന്റെ അവിവേകം നിമിത്തം ദൈവം അവിടെ വെച്ച് അവനെ സംഹരിച്ചു. അവൻ അവിടെ ദൈവത്തിന്റെ പെട്ടകത്തിന്റെ അടുക്കൽ വെച്ച് മരിച്ചു. ഇത് ദൈവത്തെക്കുറിച്ച് നമുക്കറിയാം. ദൈവത്തിന്റെ പെട്ടകം നമുക്കറിയാവുന്ന കാര്യമാണ്. ആർക്ക് ഓഫ് ദ കവനന്റ്. ആ ദൈവത്തിന്റെ പെട്ടകത്തിന്റെ പ്രത്യേകത, ആ ദൈവത്തിന്റെ പെട്ടകത്തിനകത്താണ് ദൈവത്തിന്റെ എന്താ പറയുന്നത് സാന്നിധ്യം, റിയൽ ദൈവ സാന്നിധ്യം ആ പെട്ടകത്തിനകത്ത് ഉണ്ടായിരുന്നു. ദൈവം തന്നെ അതിനകത്ത് വസിക്കുന്നു. അപ്പോൾ പഴയ നിയമത്തിലെല്ലാം ഇവർ യുദ്ധം ചെയ്യാൻ പോകുമ്പോഴും അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം അവർ പ്രാർത്ഥിക്കുന്ന ഈ പെട്ടകത്തിന്റെ അടുത്താണ്. അതായത് യഥാർത്ഥത്തിൽ ദൈവ സാന്നിധ്യം വഹിക്കുന്ന പെട്ടകം കൊണ്ടാണ് ഇസ്രായേൽ മക്കൾ നടന്നുകൊണ്ടിരുന്നത്. അപ്പൊ ഈ ഒരു പെട്ടകത്തെ അതുപോലെ അതിനെ എങ്ങനെയാണ് കൊണ്ടുപോകേണ്ടത്, എങ്ങനെയാണ് അതിനെ ദൈവത്തിന് ആരാധിക്കേണ്ട സമയത്ത് അത് വെക്കേണ്ടതിനുള്ള എല്ലാത്തിനും ഒരു പ്രോസസ് ഉണ്ട്. എല്ലാത്തിനും ഒരു നിയമം ഓൾറെഡി എഴുതിയിട്ടുണ്ട്. ദൈവമായിട്ട് മോശയ്ക്ക് കൊടുത്ത് ഒരു നിയമം ഓൾറെഡി വെച്ചിട്ടുണ്ട്. ആ നിയമപ്രകാരം മാത്രമേ അതിനെ അപ്രോച്ച് ചെയ്യാൻ പറ്റൂ. അതായത് കുറച്ചും കൂടെ കറക്റ്റ് ആയിട്ട് പറഞ്ഞാൽ ദൈവത്തിന്റെ സാന്നിധ്യം വളരെ എന്താ പറയുക, വളരെ നമുക്ക് പോലും അടുത്ത് ചെല്ലാനാകാത്ത വിധത്തിൽ ഒരു ഭയങ്കരമായ കാര്യം. പാപമുള്ള വ്യക്തിക്ക്, പാപമായിട്ട് ഒരാൾക്ക് ദൈവത്തിന്റെ അടുത്തോട്ട് ചെല്ലാൻ വേണ്ടി പറ്റത്തില്ല. ദൈവം പാപത്തെ വെറുക്കുന്നു, പാപിയെ സ്നേഹിക്കുന്നു. ഇവിടെ ദൈവത്തിന്റെ പെട്ടകത്തെ കൊണ്ടുപോകാൻ വേണ്ടിയുള്ള ഒരു പ്രോസസ്സിന് ഇടയിൽ അറിഞ്ഞോ അറിയാതെയോ ഒരു വ്യക്തി കൈകൊണ്ട് അതിൽ നിന്ന് പിടിക്കാൻ വേണ്ടി നോക്കും. കൈകൊണ്ട് പിടിക്കാൻ സമയത്ത് അല്ലെങ്കിൽ പിടിച്ച സമയത്ത് ദൈവത്തിന്റെ കോപം നിമിത്തം ആ വ്യക്തി അവിടെ വെച്ച് മരിച്ചു പോകുക. പല സമയത്ത് ഞാനിത് വായിക്കുമ്പോൾ ഞാൻ അത്ഭുതപ്പെട്ടു. ഇത്രയും കരുണാസമ്പന്നനായ ദൈവം എന്തിനൊരു വ്യക്തിയെ നശിപ്പിച്ചു കളയും, അങ്ങനെയൊക്കെ ഞാൻ ചിന്തിച്ചിട്ടുണ്ട്. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ദൈവത്തിന്റെ ആ പ്രമാണം പഴയ നിയമത്തിൽ പ്രത്യേകമായിട്ട് പറയുന്നുണ്ട്. നിങ്ങൾ ഈ പെട്ടകത്തെ ഒരു സ്ഥലത്തു നിന്ന് വേറൊരു സ്ഥലത്തോട്ട് കൊണ്ടുപോകുമ്പോൾ സാധാരണ വ്യക്തികൾക്ക് അതിനെ കൈകാര്യം ചെയ്യാൻ ദൈവം അധികാരം കൊടുത്തിട്ടില്ല. ദൈവം തന്നെ ചില ഗോത്രത്തിലുള്ള ആൾക്കാരെ വേർപ്പെടുത്തിയിട്ടുണ്ട്. അതായത് ലേവ്യ ഗോത്രത്തിൽപ്പെട്ട വ്യക്തികൾക്ക് മാത്രമേ ഈ പെട്ടകത്തെ കൈകാര്യം ചെയ്യാനും അതിനു ചുറ്റും ശുശ്രൂഷ ചെയ്യാനും ദൈവം അനുവാദം കൊടുത്തിട്ടുള്ളൂ. ദാവീദിന്റെ ഉദ്ദേശം നല്ലതായിരുന്നു. പക്ഷെ ദാവീദ് പ്രോസസ്സ് ചെയ്ത് അല്ലെങ്കിൽ ആ ഒരു കാര്യത്തെ എക്സിക്യൂട്ട് ചെയ്യാൻ നോക്കിയ സമയത്ത് ഈ ഒരു കാര്യം മറന്നുപോയി. നമ്മൾ ആ ലാസ്റ്റ് വാക്യം വായിച്ചറിയാം. അവർ നാഗോന്റെ കളത്തിങ്കിൽ എത്തിയപ്പോൾ കാള വിരണ്ടത് കൊണ്ട് ഉസ്സ കൈ നീട്ടി ദൈവത്തിന്റെ പെട്ടകം പിടിച്ചു. അതായത് കാളവണ്ടിയെ വെച്ചിരിക്കുക. കാള വരേണ്ട സമയത്ത് ഇതെങ്ങാനും താഴെ പോയി എന്നാ ചെയ്യുക, അതുകൊണ്ട് കൈ നീട്ടി പിടിച്ചതാണ്. ഉസ്സയുടെ ഉദ്ദേശം നല്ലതായിരുന്നു. പക്ഷെ അവിടെ എഴുതിക്കുന്നു, അപ്പോൾ യഹോവയുടെ കോപം ഉസ്സയുടെ നേരെ ജ്വലിച്ചു. അവന്റെ അവിവേകം നിമിത്തം ദൈവം അവിടെ വെച്ച് അവനെ സംഹരിച്ചു. ദൈവം പറഞ്ഞ കാര്യം, തന്റെ പെട്ടകം ചുമക്കേണ്ടത് ലേവ്യ പുരോഹിതന്മാരാണ്. അവര് പെട്ടകത്തിന് നമ്മൾ അതിന്റെ പടമൊക്കെ നോക്കുവാണെങ്കിൽ അറിയാം, രണ്ട് സ്ഥലത്തോട്ട് നീണ്ടു നിൽക്കുന്ന ഒരു എന്താ പറഞ്ഞ ഒരു വലിയൊരു പോൾസ് ഉണ്ട്. ഒരു എന്താ പറയുക, നമുക്ക് ഇങ്ങനെ പിടിക്കാൻ വേണ്ടി ഒരു സ്റ്റാൻഡ് പോലെ വലിയൊരു കാര്യം അപ്പുറത്തോട്ട് ഇപ്പുറത്തോട്ട്. അതുകൊണ്ടാണ് അവർ വഹിച്ചുകൊണ്ട് പോകുന്നത്. അങ്ങനെ വഹിക്കേണ്ട പെട്ടകത്തെ എടുത്ത് കാളവണ്ടിയെ വെച്ചിരിക്കുക അവിടെ. അപ്പൊ ചുരുക്കം പറഞ്ഞ ഇത്രയേ ഉള്ളൂ. ആ സമയത്തെ ദൈവം വെച്ചിരിക്കുന്ന നിയമം ഓൾഡ് ടെസ്റ്റ്മെന്റ് അല്ലെങ്കിൽ ന്യായപ്രമാണത്തിലാണ് അവർ നിൽക്കുന്നത്. ന്യായപ്രമാണ പ്രകാരം നിങ്ങൾ 99% കറക്റ്റായിട്ടുള്ള കാര്യം ചെയ്തു ഒരെണ്ണത്തിനകത്ത് നിങ്ങൾ തെറ്റിപ്പോയി കഴിഞ്ഞാൽ നിങ്ങൾ നശിച്ചു പോകും, അല്ലെങ്കിൽ അതിനെ ആർക്കും ഫുൾഫിൽ ചെയ്യാൻ വേണ്ടി പറ്റത്തില്ല. ആ സമയത്ത് അവർ നിൽക്കുന്ന കവറിങ് എന്ന് പറയുവാണെങ്കിൽ, അവർ നിൽക്കുന്ന പ്രമാണം എന്ന് പറയുവാണെങ്കിൽ ഈ ന്യായപ്രമാണ സമയം. അപ്പോൾ ദൈവത്തെ ഡയറക്റ്റ് അപ്രോച്ച് ചെയ്യാൻ പറ്റത്തില്ല. ഒരു ചെറിയ പ്രശ്നം ഉണ്ടെങ്കിൽ തന്നെ ഒരുപക്ഷെ മരണശിക്ഷയ്ക്ക് വരെ നമ്മൾ കാരണക്കാരായി തീരും. നമുക്കറിയാം, ആദ്യമായിട്ട് ഈ ഒരു കാര്യത്തെ പ്രോസസ് ചെയ്ത സമയത്ത് ദൈവം മോശയ്ക്ക് പല കൽപ്പനകൾ കൊടുത്തു. അഹരോന്റെ പുത്രന്മാരെ അറിഞ്ഞോ അറിയാതെയോ തെറ്റായിട്ടൊരു ധൂപം കത്തിച്ചു. അവർക്കൊരു അബദ്ധം പറ്റിപ്പോയി. പക്ഷെ അവര് ദൈവസന്നിധി വെച്ച് മരിച്ചുപോയി.
അപ്പൊ ഞാൻ പറയാൻ വരുന്ന ഒരു കാര്യം, അവർ നിൽക്കുന്ന പ്രമാണം ഡിഫറെന്റ് ആണ്. അവർ നിൽക്കുന്നത് ന്യായപ്രമാണത്തിലാണ്. ഞാൻ നിങ്ങളോട് പറഞ്ഞൊരു കാര്യം, നിങ്ങൾ ഫോളോ ചെയ്യുന്ന പ്രമാണം ഏതാണോ ആ രീതിയിലുള്ള റിസൾട്ട് ആയിരിക്കും നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടി പോകുന്നത്. നമ്മൾ നിൽക്കേണ്ട പ്രമാണം യേശുക്രിസ്തുവിന്റെ പ്രമാണം. ദൈവത്തിന് യാതൊരു മാറ്റവും. പഴയ നിയമത്തിലെ ദൈവവും പുതിയ നിയമത്തിലെ ദൈവം രണ്ടല്ല, ഒന്ന് തന്നെയാണ്. ദൈവം സ്നേഹസമ്പന്നനാണ്, കരുണാസമ്പന്നനാണ്. പക്ഷെ ദൈവത്തിന്റെ നിയമത്തെ ദൈവം മാറ്റത്തില്ല. കാരണം ഒരിക്കലും ഒരു നിയമത്തെ വെച്ചിട്ട് ആ നിയമത്തെ ദൈവത്തിന് മാറ്റാൻ പറ്റത്തില്ല. കാരണം ദൈവത്തിന്റെ വാക്കിനെ തിരിച്ചെടുക്കാൻ പറ്റത്തില്ല. അപ്പൊ ഇവിടെ ചെയ്ത കാര്യം, അവർക്ക് ഒബേ ചെയ്യാൻ വേണ്ടി ഒരു പ്രമാണം കൊടുത്തിരുന്നു. പക്ഷെ ആ ഒരു പ്രമാണത്തിൽ അവർ യഥാർത്ഥത്തിൽ അവര് എന്താ പറഞ്ഞ അതിനെ അനുസരിച്ച്, ഞാൻ കുറച്ചും കൂടി എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി ഞാൻ പറയാം. 1 ദിനവൃത്താന്തം 15-ന്റെ 2-ാം വാക്യം. 1 ദിനവൃത്താന്തം 15-ന്റെ 2-ാം വാക്യം. ഇതിന് ശേഷം ദാവീദ് പറയുന്ന ഒരു കാര്യം, ഈ പെട്ടകം കൊണ്ടുപോകാൻ വേണ്ടി നോക്കി ഫെയിലിയർ ആയി. അത് കഴിഞ്ഞ ശേഷം ദാവീദ് പറഞ്ഞ കാര്യമാണ്. അപ്പോൾ അന്ന് ദാവീദ്, ലേവ്യരല്ലാതെ ആരും ദൈവത്തിന്റെ പെട്ടകൻ ചുമക്കേണ്ടതല്ല, അവരെയല്ലോ ദൈവത്തിന്റെ പെട്ടകൻ ചുമപ്പാനും തനിക്ക് എന്നും ശുശ്രൂഷ ചെയ്യുവാനും യഹോവ തിരഞ്ഞെടുത്തിരിക്കുന്നത് എന്ന് പറഞ്ഞു. ഇത് 15-ന്റെ 2. ഇവിടെ പ്രത്യേകമായിട്ട് ഇത് പഴയ നിയമത്തിനകത്ത് മോശ ഓൾറെഡി പറയുന്നുണ്ട്, പക്ഷെ ഇത് വീണ്ടും ഒന്ന് കോട്ട് ചെയ്ത് പറഞ്ഞിരിക്കുക. ഇനി 15-ന്റെ 15 നോക്കുവാണെങ്കിൽ എഴുതിയിട്ടുണ്ട്, ലേവ്യരുടെ പുത്രന്മാർ യഹോവയുടെ വചനപ്രകാരം മോശ കൽപ്പിച്ചതുപോലെ ദൈവത്തിന്റെ പെട്ടകത്തെ അതിന്റെ തണ്ടുകളിൽ തങ്ങളുടെ ചുമലിൽ കൊണ്ട് ചുമന്നു. അതായത് അത് യഥാർത്ഥത്തിൽ അത് ചുമക്കേണ്ടത് എങ്ങനെയായിരുന്നു? അതിന്റെ തണ്ടുകൾ കൊണ്ടായിരുന്നു. ഈ നോക്കണം, ഇവിടെ ദൈവ സാന്നിധ്യം വഹിക്കുന്ന പെട്ടകത്തെ അറിഞ്ഞോ അറിയാതെ ഒരു വ്യക്തി അവൻ നിൽക്കുന്ന പ്രമാണത്തിന് ഓപ്പോസിറ്റ് ആയിട്ടൊന്ന് തൊട്ടപ്പോൾ മരിച്ചുപോയി. നിൽക്കാൻ വേണ്ടി പറ്റിയില്ല. പ്രമാണം റിയൽ ആയിട്ട് നിങ്ങൾ അനുഷ്ഠിച്ചില്ലെങ്കിൽ, അല്ലെങ്കിൽ പഴയ നിയമത്തിലെ പ്രമാണം റിയൽ ആയിട്ട് അനുഷ്ഠിച്ചില്ലെങ്കിൽ ഇതുപോലെ സംഭവിക്കാം. അതായത് അതുപോലെ ഒരു ഇമ്പോർട്ടന്റ് കാര്യമാണ്. എന്നാൽ ഇതിന്റെ നേരെ ഒരു ഓപ്പോസിറ്റ് ഒരു കാര്യം ഞാൻ പറയാം. മർക്കോസിന്റെ സുവിശേഷം 5-ാം അധ്യായം 25 തൊട്ട് 26, 28 വാക്യം ഞാൻ വായിക്കാം. മർക്കോസിന്റെ സുവിശേഷം 5-ാം അധ്യായം 25, 26, 28. 12 സംവത്സരമായിട്ട് രക്തസ്രാവം ഉള്ളവരായി പല വൈദ്യന്മാരും ഏറിയൊന്ന് സഹിച്ച് തനിക്കുള്ളതൊക്കെയും ചെലവഴിച്ചിട്ടും ഒട്ടും ഭേദം വരാതെ ഏറ്റവും പരവശിയായി തീർന്നിരുന്നു. അതായത് സ്ത്രീയെ കുറിച്ച് ഇവിടെ പറഞ്ഞിരിക്കുകയാണ്. അവന്റെ വസ്ത്രമെങ്കിലും തൊട്ടാൽ ഞാൻ രക്ഷപ്പെടും എന്ന് പറഞ്ഞ് പുരുഷാരത്തിൽ കൂടെ പുറകിൽ വന്ന് അവന്റെ വസ്ത്രം തൊട്ടു. അതിന്റെ 29-ാമത്തെ വാക്യത്തിൽ പറയുന്നുണ്ട്, ക്ഷണത്തിൽ അവളുടെ രക്തസ്രവം നിന്നു, ബാധ മാറി താൻ സ്വസ്ഥയായി എന്ന് അവൾ ശരീരത്തിൽ അറിഞ്ഞു. ഇവിടെ നോക്കണം, യേശു പുതിയ നിയമത്തിൽ ന്യൂ ടെസ്റ്റ്മെന്റ് പ്രകാരം പുതിയ നിയമ ആ റെവലേഷൻ ചിന്തിക്കുക, യേശു മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക. ആ യേശുവിനെ തൊടുവാണെങ്കിൽ എനിക്ക് സൗഖ്യം വരും എന്നൊരു സ്ത്രീ ചിന്തിച്ചു. നമുക്കറിയാം, രക്തസ്രാവമുള്ളവളായിരുന്ന സ്ത്രീയായിരുന്നു, ഒത്തിരി വർഷങ്ങളായിട്ട് വിഷമിച്ചുകൊണ്ടിരിക്കുക. പക്ഷെ ഈ സ്ത്രീ ചെയ്ത കാര്യം, യേശുവിനെ ഒന്ന് പോയി തൊട്ടു. യേശുവിനെ ആ തൊട്ട സമയത്ത് അവിടെ സംഭവിച്ച കാര്യം, അവർക്ക് സൗഖ്യം കിട്ടി. ഈ രണ്ടും കൂടെ കമ്പയർ ചെയ്ത്, പഴയ നിയമത്തിലെ പെട്ടകത്തെ തൊട്ട സമയത്ത് മരണം, പുതിയ നിയമത്തിൽ യേശുവിനെ തൊട്ടപ്പോൾ സൗഖ്യം. ഞാൻ കുറച്ചും കൂടെ കറക്റ്റായിട്ട് പറയുവാണേ, എനിക്ക് ആ പഴയ നിയമത്തിലെ കാര്യം എനിക്ക് എത്രമാത്രം നിങ്ങളുടെ ഉള്ളിലോട്ട് വന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. പക്ഷെ എന്നാലും ഞാൻ പൂർണ്ണമായിട്ട് നിങ്ങളുടെ മനസ്സിൽ ദൈവം ആ റെവലേഷൻ തരട്ടെ. ദൈവത്തിന് മാറ്റം സംഭവിച്ചിട്ടില്ല. ദൈവം അന്ന് ഇന്ന് സെയിമാ. അതേ സെയിം ദൈവസാന്നിധ്യം. പക്ഷെ പ്രമാണം മാറി. പുതിയ നിയമ പ്രമാണത്തിൽ യേശു പഴയ നിയമത്തിന്റെ റിക്വയർമെന്റിനെ സകലതിനെ യേശു പൂർത്തീകരിച്ചത് കൊണ്ട് യേശുവിനെ വിശ്വസിക്കുന്നവരുടെ മേൽ ജീവൻ വ്യാപരിക്കും. യേശുവിനെ വിശ്വസിക്കുന്നവരുടെ മേൽ ഡെലിവറൻസ് വ്യാപരിക്കും. ഞാൻ പറഞ്ഞു മനസ്സിലായോ? ഇത്രയേ ഉള്ളൂ. നിങ്ങൾ നിൽക്കേണ്ട പ്രമാണം യേശുവിന്റെ പ്രമാണത്തിലായിരിക്കണം. നമ്മൾ പെന്തിക്കോസ് ആണ്, അല്ലെങ്കിൽ എന്നാ പറയുന്നത്, ഞങ്ങൾ പ്രാർത്ഥിക്കുന്നവരൊക്കെയാന്ന് പറഞ്ഞിട്ടും നിങ്ങൾ ഇപ്പോഴും മൂവ് ചെയ്യുന്നത് നിങ്ങളുടെ പ്രവൃത്തിയുടെ റിസൾട്ടിനാണോ? നിങ്ങൾ എത്രമാത്രം ദൈവത്തെ പ്രസാദിപ്പിക്കാൻ വേണ്ടി നിങ്ങളുടെ പ്രവൃത്തികൾ കൊണ്ട് ശ്രമിക്കുക. ഞാൻ തന്നെ സ്വയമേ നീതിമാനാവാൻ ഞാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുക. എന്നാൽ യേശു എനിക്ക് തന്ന നീതിയിൽ, യേശു എനിക്ക് തന്ന രക്ഷയിൽ, യേശു എനിക്ക് തന്ന കൃപയിൽ ഞാൻ വിശ്വസിക്കുമ്പോൾ, അങ്ങനെ ഞാൻ വിശ്വസിക്കുമ്പോൾ യേശു ക്രിസ്തുവിന്റെ പ്രമാണത്തിലെ ജീവൻ നിങ്ങൾക്ക് വേണ്ടി വ്യാപരിക്കാൻ വേണ്ടി തുടങ്ങും. ഇത് എത്ര പേർക്ക് മനസ്സിലാവുന്നുണ്ട്? എത്ര പേര് ഇത് മനസ്സിലാക്കുന്നുണ്ട്? ഞാൻ പറയുന്നു, നിങ്ങൾ റിയലായി
യേശുവിനെ ഫോളോ ചെയ്താൽ, റിയലായി യേശുവിന്റെ പ്രമാണത്തിൽ നിന്നാൽ ഇതേ ജീവൻ നിങ്ങൾക്ക് വേണ്ടി വ്യാപരിക്കും. ഇതേ സൗഖ്യം നിങ്ങൾക്ക് വേണ്ടി വ്യാപരിക്കും. ഞാനിത് സൗഖ്യം എന്ന് പറയുന്ന സമയത്ത് റിയലായി ദൈവത്തിന്റെ ശക്തി നിങ്ങൾക്ക് വേണ്ടി മൂവ് ചെയ്യുക. നിങ്ങൾ ശരീരത്തിൽ ഏതെങ്കിലും ഒരു രീതിയിൽ ഒരു രോഗത്തെ നിങ്ങളുടെ ശരീരത്തിൽ ഉണ്ടെങ്കിൽ ഇന്ന് ദൈവം നിങ്ങളോട് പറയുവാണ്, വിശ്വസിക്കൂ. ഈ സമയത്ത് നിങ്ങൾ വിശ്വസിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് വേണ്ടി ദൈവത്തിന്റെ ശക്തി റിയൽ ആയിട്ട് മൂവ് ചെയ്യുക. രോഗം എന്തായിക്കോട്ടെ, ദൈവത്തിന്റെ ശക്തി മൂവ് ചെയ്യുക. ദൈവത്തിന്റെ ശക്തി മൂവ് ചെയ്യുക. ഇവിടെ പറഞ്ഞ കാര്യം, ആ സ്ത്രീ ഒത്തിരി വർഷങ്ങളായിട്ട് പല ആൾക്കാരുടെ പുറകെ പോയി, ഒത്തിരി പൈസ പോയി, വൈദ്യന്മാരുടെ പുറകെ പോയി. പക്ഷെ ആ സ്ത്രീ ചെയ്ത കാര്യം, യേശുവിന്റെ വസ്ത്രത്തെ പോയി എന്ന് തൊട്ടു. യേശുവിന്റെ വസ്ത്രത്തെ പോയി തൊട്ട ആ സെക്കൻഡിൽ, ഇവിടെ എഴുതിയിരിക്കുന്ന കാര്യം അവിടെ താഴോട്ട് വായിച്ചു നോക്കുകയാണെങ്കിൽ 30-ാമത്തെ വാക്യം, ഉടനെ യേശു തങ്കിൽ നിന്നും ശക്തി പുറപ്പെട്ട് എന്ന് ഉള്ളിൽ അറിഞ്ഞിട്ട് പുരുഷാരത്തിൽ തിരഞ്ഞു, എന്റെ വസ്ത്രം തൊട്ടത് ആർ എന്ന് ചോദിച്ചു. ഇവിടെ നോക്കണം, ആ സ്ത്രീ തൊട്ട സമയത്ത്, വസ്ത്രത്തിൽ തൊട്ട സമയത്ത് യേശുവിൽ സംഭവിച്ച കാര്യം, യേശു തിരിച്ചറിഞ്ഞു തന്റെ ഉള്ളിൽ നിന്ന് ശക്തി പുറത്തോട്ട് പോയി. അതായത് യേശു എന്ന സൗഖ്യമാക്കിയേക്കാന്ന് വെച്ച് ശക്തി റിലീസ് ചെയ്യുന്നല്ല പറയുന്നത്, തൊട്ട സമയത്ത് തന്നെ ശക്തി പുറപ്പെട്ടു വന്നു. ശക്തി പുറപ്പെട്ടു വന്നു. നോക്കിയോണേ, അപ്പുറത്ത് ഉസ്ത പോയി പെട്ടകത്തെ തൊട്ടു, ആ സമയത്ത് ഒരു ശക്തി പുറപ്പെട്ടു, ആള് മരിച്ചുപോയി. ഈ സമയത്ത് ഒരു ശക്തി പുറപ്പെട്ടു, ആ ക്ഷണത്തിൽ സൗഖ്യമായി. ശക്തി സെയിമ, ദൈവത്തിന്റെ അടുത്തുനിന്ന് വരുന്ന ശക്തി സെയിമ. പക്ഷെ നിങ്ങളുടെ ഉള്ളിൽ പാപമുണ്ടെങ്കിൽ ഇത് വർക്കാവത്തില്ല. ദൈവത്തിൽ വിശ്വസിക്കുകയും ഞാൻ ബെന്തിക്കോസ് ആണ്, അല്ലെങ്കിൽ ഞാൻ ഒത്തിരി ഭയങ്കര വിശുദ്ധാന്ന് പറഞ്ഞിട്ട് നിങ്ങൾ നിങ്ങളുടെ രീതി നടന്നിട്ട് പാപത്തിൽ ജീവിക്കുന്ന ഒരു വ്യക്തിക്ക് ഇത് ആപ്ലിക്കബിൾ ആവത്തില്ല. നിങ്ങൾ ഇന്നും പാപത്തിൽ ജീവിക്കുന്നവരാണെങ്കിൽ, ഇന്നും നിങ്ങൾ യേശുക്രിസ്തുവിന്റെ പ്രമാണത്തിലേക്ക് വന്നിട്ടില്ലെങ്കിൽ ഈ ശക്തി നിങ്ങൾക്ക് പ്രയോജനപ്പെടത്തില്ല. നോക്കിക്കോണം, ഇപ്പൊ ആവർത്തന പുസ്തകം 28-ാം അധ്യായത്തിൽ ഈ അനുഗ്രഹങ്ങളെ കുറിച്ച് പറഞ്ഞു, അനുഗ്രഹങ്ങളെ കുറിച്ചും ശാപങ്ങളെ കുറിച്ചും പറഞ്ഞു. നിങ്ങൾ ഈ വചനങ്ങളെല്ലാം അനുസരിച്ചാൽ ഇന്ന അനുഗ്രഹങ്ങൾ ലഭിക്കും, നിങ്ങൾ ഈ വചനം അനുസരിച്ചില്ലെങ്കിൽ ഇന്ന ശാപങ്ങൾ ലഭിക്കും. അപ്പൊ ആ പ്രമാണം നമ്മൾ റിയലി ഫോളോ ചെയ്താൽ അനുഗ്രഹം വരും, പ്രമാണത്തിൽ നിന്ന് മാറിയാൽ ശാപവും വരും. പക്ഷെ ആ പ്രമാണത്തിന്റെ കുഴപ്പമെന്ന് പറഞ്ഞാൽ അത് കംപ്ലീറ്റ് ആയിട്ട് ഫോളോ ചെയ്യാൻ ആർക്കും പറ്റത്തില്ല. അതുകൊണ്ടാണ് യേശു വന്നത്. പക്ഷെ യേശുവിനെ വിശ്വസിക്കുമ്പോൾ സംഭവിക്കുന്ന കാര്യം, യേശു ക്രിസ്തുവിൽ ദൈവം വെച്ചിരിക്കുന്ന സകല കാര്യം, സകല അനുഗ്രഹങ്ങളും, സകലതും സ്വർഗത്തിലെ സകല ആത്മീയ അനുഗ്രഹങ്ങളാലും നിങ്ങളെ ദൈവം അനുഗ്രഹിച്ച് ഇതെല്ലാം നിങ്ങൾക്ക് വേണ്ടി റിലീസ് ആവാൻ വേണ്ടി തുടങ്ങും. ഇന്ന് ആരെങ്കിലും, എന്നെ കേൾക്കുന്ന ആരെങ്കിലും യേശുവിനെ രക്ഷിതാവായിട്ട് സ്വീകരിച്ചിട്ടില്ലെങ്കിൽ, നിങ്ങൾ കർത്താവിലേക്ക് വന്നിട്ടില്ലെങ്കിൽ, ദൈവം നിങ്ങളോട് പറയുവാണ്, യേശുവിന്റെ അടുക്കിലേക്ക് വരിക. നിങ്ങൾക്ക് ഒരേ സമയം ഒരു ദേവനെ നമസ്കരിക്കുകയും അത് കഴിഞ്ഞ് യേശുവിനോട് വന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യാൻ പറ്റത്തില്ല. ഒരേ സമയം ഒരു പുണ്യവാളന്റെ അടുത്ത് പോയി പ്രാർത്ഥിക്കുകയും പിന്നെ യേശുവിന്റെ അടുത്ത് വന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യാൻ പറ്റത്തില്ല. കാരണം നിങ്ങൾക്ക് ആരെങ്കിലും ഒരാളെ സേവിക്കാൻ വേണ്ടി പറ്റും. നിങ്ങൾ യേശുവിനെ സേവിച്ചാൽ, നിങ്ങൾ യേശുവിനെ വിശ്വസിച്ചാൽ, യേശുവിൽ നിന്നുള്ള അതേ ജീവൻ നിങ്ങൾക്ക് വേണ്ടി വ്യാപരിക്കും. തൊട്ട സമയത്ത് അത് റിലീസായി, തൊട്ട സമയത്ത് ജീവൻ, സൗഖ്യം അവിടെ റിലീസായി. ഇവിടെ നോക്കിക്കോണം, അത് കഴിഞ്ഞിട്ട് ആ സ്ത്രീ തനിക്ക് സംഭവിച്ചത് അറിഞ്ഞിട്ട് ഭയപ്പെട്ടും വിറച്ചുകൊണ്ടും അവന്റെ മുമ്പിൽ വീണു വസ്തുതയൊക്കെ അവനോട് പറഞ്ഞു. അവളോട്, മകളെ, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരുന്നു, സമാധാനത്തോടെ പോയി ബാധയൊഴിഞ്ഞ് സ്വസ്ഥയായിരിക്കുക എന്ന് പറഞ്ഞു. ദൈവം പറഞ്ഞ കാര്യം, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു. നോക്കിയാണ് ആ സ്ത്രീയുടെ പ്രത്യേകത. പഴയ നിയമപ്രകാരം രക്തസ്രാവമുള്ള ഒരു സ്ത്രീക്ക് പുറത്തിറങ്ങി നടക്കാൻ വേണ്ടി പറ്റത്തില്ല. ഇൻ കേസ് അവരാരെങ്കിലും തൊട്ടാൽ അവരും കൂടെ അശുദ്ധമായി, മേ ബി അവരെ ആൾക്കാർ കല്ലെറിയും. പക്ഷെ അതിനകത്തെല്ലാം ഒരു റിസ്ക് ഏറ്റെടുത്തിട്ട് യേശുവിന്റെ അടുത്ത് പോയി ഒന്ന് തൊട്ടപ്പോൾ കാര്യം സംഭവിച്ചു. ഞാൻ പറഞ്ഞ കാര്യം, ഇന്ന് നിങ്ങൾ ദൈവത്തിൽ നിന്നൊരു വചനം കേട്ടാൽ നിങ്ങളിൽ നിന്നും ഒരു വിശ്വാസത്തിന്റെ പ്രവൃത്തി പുറപ്പെടണം. അതിനൊരു റിസ്ക്കും കൂടെ കാണും. മേ ബി ഒരു റിസ്ക് എലമെന്റ് അതിനകത്ത് കാണും. സ്ത്രീക്ക് വേണമെങ്കിൽ കല്ലേറ് കിട്ടാം, വേണമെങ്കിൽ ആൾക്കാർ തള്ളിക്കളയാം. പക്ഷെ ഒന്നും നോക്കിയില്ല, യേശുവിനെ പോയി തൊട്ട്. ഇന്ന് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ റിയലാ, ഞാനൊരു സ്പിരിച്വൽ ആയുസിൽ ഞാൻ പറയട്ടെ, യേശുവിന്റെ വസ്ത്രത്തിന്റെ വിളമ്പ് നിങ്ങൾക്ക് വേണ്ടി റിലീസ് ആയിക്കൊണ്ടിരിക്കുക. നിങ്ങൾ തൊട്ടാൽ സൗഖ്യം സംഭവിക്കും.
തൊട്ടാൽ സൗഖ്യം സംഭവിക്കും. യേശുവിന്റെ നാമം, യേശുവിന്റെ നാമത്തിൽ, പരിശുദ്ധാത്മാവിന്റെ ശക്തി ഇപ്പോൾ മൂവ് ചെയ്യും. പരിശുദ്ധാത്മാവിന്റെ ശക്തി ഇപ്പൊ മൂവ് ചെയ്യും. ഇൻ ദ മൈറ്റി നെയിം ഓഫ് യേശുവിന്റെ നാമത്തിൽ. കർത്താവ്, ഇപ്പോൾ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന വ്യക്തികളുടെ മേൽ കർത്താവ് സൗഖ്യത്തിന് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. സൗഖ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ. നിങ്ങളുടെ ദൈവം ഒരു വ്യക്തിയെ കാണിക്കുകയാണ്. അവരുടെ ബാക്ക് പെയിനിനെ ദൈവം എടുത്ത് കളയുക. ബാക്ക് പെയിൻ, നിങ്ങളുടെ കുടുംബത്തിൽ ഒരു ഹിസ്റ്ററി ഉണ്ട്. ആ ഹിസ്റ്ററി പ്രകാരം ഈ എന്താ പറയുന്നത്, ഈ സ്പൈന്, ആ ഒരു നടുവിന്റെ ആ ഭാഗവുമായിട്ട് ബന്ധപ്പെട്ടുള്ള രോഗം വരാറുണ്ട്. പക്ഷെ ഇന്ന് ദൈവം പറയുവാണ്, ആ ഒരു കാര്യത്തിൽ നിന്നും ദൈവം നിങ്ങളെ സൗഖ്യമാക്കാൻ വേണ്ടി പോവുക. ആ ബാക്ക് പെയിനിനെ ഇന്ന് ദൈവം സൗഖ്യമാക്കാൻ വേണ്ടി പോവുക. യേശുവിന്റെ നാമത്തിൽ കർത്താവെ, അതിനെ ഞാൻ റിലീസ് ചെയ്യുന്നു. ഇൻ ദ മൈറ്റി നെയിം ഓഫ്. എല്ലാവരും ഒന്ന് കണ്ണടച്ച് പ്രാർത്ഥിച്ച് യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമം, യേശുവിന്റെ നാമത്തിൽ കർത്താവെ, ഇതിനെ ഞാൻ റിലീസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. ഇപ്പോൾ തന്നെ ഇവരുടെ ജീവിതത്തിൽ ആ ഒരു സൗഖ്യത്തെ ഞാൻ റിലീസ് ചെയ്യുന്നു. യേശുവിന്റെ നാമം കർത്താവെ, ആ യേശുവിനെ തൊട്ട സമയത്ത് തന്നെ ശക്തി റിലീസായെങ്കിൽ ഇപ്പോഴും ആ ശക്തി റിലീസാകട്ടെ. യേശുവിന്റെ നാമത്തിൽ കർത്താവെ, ഞാൻ ഇപ്പൊ ഇനി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന മിനി ഷാജിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ നാമം കർത്താവെ, അവരുടെ ആ ഒരു സ്ഥലത്ത് ദൈവത്തിന്റെ ശക്തി ഇപ്പോൾ റിലീസ് ആയിക്കൊണ്ടിരിക്കുന്ന കൃപയ്ക്കായിട്ട് യേശുവിന്റെ നാമത്തിൽ കർത്താവെ, ഇപ്പോൾ കർത്താവെ, ആ ഒരു കുടുംബത്തെ ഞാൻ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ ശക്തി ഇപ്പൊ നിങ്ങൾക്ക് വേണ്ടി മൂവ് ചെയ്യുക. യേശു ക്രിസ്തുവിന്റെ ശക്തി, യേശുവിന്റെ ശക്തി. ഒന്ന് അൺമ്യൂട്ട് ചെയ്തേ. യേശുവിന്റെ നാമത്തിൽ കർത്താവെ, ഇപ്പോൾ അത് സംഭവിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അത് സംഭവിക്കട്ടെ യേശുവിന്റെ നാമത്തിൽ. ഹല്ലേലൂയ, യേശുവിന്റെ നാമത്തിൽ. അൺമ്യൂട്ട് ചെയ്തേ. യേശുവിന്റെ നാമത്തിൽ. യേശുവിന്റെ നാമത്തിൽ കർത്താവ്, ഇവരുടെ കുടുംബത്തിലേക്ക് അങ്ങയുടെ ശക്തിയെ ഇപ്പോൾ റിലീസ് ചെയ്തിരിക്കുന്ന കൃപയ്ക്കായിരുന്നു. യേശുവിന്റെ നാമത്തിൽ കർത്താവ്, ഇപ്പോൾ ആ ശക്തി അവിടെ റിലീസ് ആകട്ടെ. അവരുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന സകല തടസ്സങ്ങളെയും ഞാൻ അതിനെ ക്യാൻസൽ ചെയ്യുന്നു. ഇവിടെ ഞാൻ പറഞ്ഞ പോലെ പ്രമാണത്തിലേക്ക് കർത്താവെ, എല്ലാ കുടുംബത്തിലെ സകല വ്യക്തികളും കടന്നു വരണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ. ദൈവം എന്നെ കാണിക്കുന്ന നിങ്ങളുടെ കുടുംബത്തിലെ ചില വ്യക്തികളെ ഇതുപോലെ യേശുവിന്റെ പ്രമാണത്തിലോട്ട് കൊണ്ടുവരാൻ വേണ്ടി പോകും. പ്രമാണത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി പോകും. ആ സെയിം ടൈമിൽ തന്നെ ദൈവത്തിന്റെ ഒരു സൗഖ്യത്തിന്റെ ശക്തി നിങ്ങളുടെ ശരീരത്തിലോട്ട് വരിക. യേശുവിന്റെ നാമത്തിൽ കർത്താവെ, പിശാചിന്റെ സകല തന്ത്രങ്ങളെ ഇപ്പോൾ ഞാൻ ക്യാൻസൽ ചെയ്യുന്നു. പിശാചിന്റെ സകല തന്ത്രങ്ങളെ ഇപ്പോൾ ഞാൻ ക്യാൻസൽ ചെയ്യുന്നു. ആ ഒരു രോഗത്തിന്റെ ശക്തികളെ ഇപ്പോൾ ഞാൻ ബ്രേക്ക് ചെയ്യുന്നു. അതിനെ അങ്ങ് ചെയ്തിരിക്കുന്ന കൃപയ്ക്കായിടുന്നു. യേശുവിന്റെ നാമത്തിൽ. ഒരു വലിയ അനോയിന്റിങ് സംഭവിക്കാൻ വേണ്ടി പോയി. ഈ സമയത്ത് ജസ്റ്റ് കണ്ണടച്ച് റിസീവ് ചെയ്ത് യേശുവിന്റെ കർത്താവ്, ഇപ്പോൾ അത് സംഭവിക്കട്ടെ. അങ്ങയുടെ ശക്തി ഇപ്പോൾ റിയൽ ആയിട്ട് മൂവ് ചെയ്യട്ടെ. കർത്താവെ, ആ സകലതിനെയും യേശുവിന്റെ നാമത്തിൽ അത് മൂവ് ചെയ്യുക. യേശുവിന്റെ നാമത്തിൽ കർത്താവെ, ഇപ്പോൾ അത് സംഭവിച്ചിരിക്കുന്ന കൃപയ്ക്കായിട്ട് ഇപ്പോൾ ചില വ്യക്തികളുടെ പേര് നിങ്ങളുടെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന നിങ്ങളുടെ ഉള്ളിലുണ്ട്. ആ പ്രാർത്ഥിച്ച ആ വ്യക്തികൾക്ക് വേണ്ടിയെല്ലാം ദൈവത്തിൽ നിന്നും ശക്തി വ്യാപരിച്ചു കഴിഞ്ഞു. അതിന്റെ റിസൾട്ട് നിങ്ങൾ പറയാൻ വേണ്ടി പോകും. യേശുവിന്റെ നാമത്തിൽ കർത്താവ്, അതിനെ ഞാൻ റിലീസ് ചെയ്ത് പ്രാർത്ഥിക്കും. കർത്താവ്, ഇപ്പോൾ തന്നെ ഞാൻ ബാക്കിയുള്ള സകല വ്യക്തികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. രോഗത്തിന്റെ ശക്തികൾ സകലതിനെയും ഞാൻ ക്യാൻസൽ ചെയ്യും. കർത്താവ്, ഇത് ചെയ്ത കൃപയ്ക്കായിട്ട് യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. ഇത് ജസ്റ്റ് നിങ്ങൾ വിശ്വസിക്കുക. കാരണം ദൈവത്തിന്റെ ശക്തി ഓൾറെഡി മൂവ് ചെയ്യുന്നു. ഇപ്പൊ ഞാൻ പറഞ്ഞ പോയിന്റ് എന്ന് പറഞ്ഞാല് ഏത് പ്രമാണത്തിൽ നിൽക്കുന്നോ ആ പ്രമാണത്തിന്റെ ഇൻഫ്ലുവൻസ്, ആ പ്രമാണത്തിന്റെ റിസൾട്ട് നിങ്ങൾക്ക് വേണ്ടി റിലീസ് ആവാൻ വേണ്ടി തുടങ്ങും.
ഒരാള് രണ്ടുപേര് ദൈവസാന്നിധ്യത്തിൽ തൊട്ടു, ഒരാള് മരിച്ചു, ഒരാള് ജീവിച്ചു. ഇനി നോക്കിക്കോണേ, എഫേസ്യർ 1:19. എഫേസ്യർ 1:19 അവിടെ ഇങ്ങനെ എഴുതിയിട്ടുണ്ട്: വിശ്വസിക്കുന്ന നമുക്ക് വേണ്ടി വ്യാപരിക്കുന്ന അവന്റെ ശക്തിയുടെ അളവറ്റ വലിപ്പം ഇന്നതെന്ന് നിങ്ങൾ അറിയേണ്ടതിന് പ്രാർത്ഥിക്കുക. നിങ്ങൾ വിശ്വസിക്കുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് വേണ്ടി ഒരു ശക്തി യഥാർത്ഥത്തിൽ റിലീസാവും. ഇതാണ് സത്യം. കാര്യം ഈ പ്രാർത്ഥിക്കുന്ന എനിക്കോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും പാസ്റ്റർമാർക്കോ നമുക്ക് ആർക്കും പ്രത്യേക അബിലിറ്റീസ് ഒന്നുമില്ല. പക്ഷെ യഥാർത്ഥത്തിൽ നിങ്ങൾ ദൈവത്തെ വിശ്വസിക്കുമ്പോൾ നിങ്ങളിൽ കൂടെ വ്യാപരിക്കുന്ന ഒരു ശക്തിയാണ്. ഞാൻ ഇന്നത്തെ എന്റെ പ്രസംഗത്തിന്റെ ടോപ്പിക് ഇതല്ല, പക്ഷെ ഞാൻ അതിലോട്ട് അങ്ങ് പോവുകയാണ്. പക്ഷെ അതിന്റെ ഒരു റൂട്ടിൽ ഇത് പറയുന്നതേ ഉള്ളൂ. ഇവിടെ ഇരിക്കുന്ന സകല വ്യക്തികളും പ്രാർത്ഥിക്കുമ്പോൾ ഒരു ശക്തി വ്യാപരിക്കും. അത് നിങ്ങളിലൂടെയാണ് വ്യാപരിക്കുന്നത്. വിശ്വസിക്കുന്ന നമുക്ക് വേണ്ടി വ്യാപരിക്കുന്ന അവന്റെ ശക്തിയുടെ അളവറ്റ വലിപ്പം. കുഴപ്പമെന്ന് പറഞ്ഞാൽ നമ്മൾ പ്രാർത്ഥിക്കുന്ന സമയത്ത് നമ്മുടെ പ്രോബ്ലം അവിടെ തന്നെ കാണും, ഒരു മാറ്റവും കാണത്തില്ല. എനിക്ക് എന്റെ ജീവിതത്തിൽ ഒത്തിരി അനുഭവങ്ങളുണ്ട്. നമ്മൾ പ്രാർത്ഥിക്കുന്ന സമയത്ത് ഒരു മാറ്റവും കാണത്തില്ല, എല്ലാം അതുപോലൊക്കെ തന്നെ കാണും, ഒരു സാധ്യതയില്ല. പക്ഷെ വിശ്വാസം എന്ന് പറയുന്നത് ആ കാണുന്നതിന്റെ റിസൾട്ട് നോക്കിക്കൊണ്ടല്ല, അതവിടെ കിടന്നോട്ടെ, പക്ഷെ എന്റെ വഴി വേറെയാണ്. വെള്ളമില്ലാത്ത സമയത്ത് തീക്കൽ പാറമേൽ നിന്നും ദൈവം വെള്ളത്തെ റിലീസ് ചെയ്യും. ഒരിക്കലും ആൾക്കാർ ചിന്തിക്കത്തില്ല. ഞാൻ പറയുന്നത്, നിങ്ങൾ വിശ്വസിക്കുമ്പോൾ നിങ്ങളിൽ കൂടെ ഒരു ശക്തി വ്യാപരിക്കും. ആ ശക്തി നിങ്ങൾക്ക് വേണ്ടി വഴിയെ തുറക്കും. ആ ശക്തി നിങ്ങൾക്ക് വേണ്ടി വഴിയെ തുറക്കും. മേ ബി നിങ്ങളുടെ പ്രശ്നം ഇപ്പോൾ നിങ്ങൾ ഏതെങ്കിലും രീതിയിൽ ഫിനാൻഷ്യൽ ഒരു കടഭാരത്തിലാണെങ്കിൽ നിങ്ങൾ വിചാരിക്കും എങ്ങനെയാ ലോൺ അടയ്ക്കും, അല്ലെങ്കിൽ എങ്ങനെ ഞാൻ ആ ബാങ്കിന്റെ പ്രശ്നങ്ങൾ മാറ്റും. ദൈവം റിസോഴ്സിനെ തുറക്കും. ദൈവം റിസോഴ്സിനെ തുറക്കും. ദൈവം വിചാരിച്ചാൽ ആ കടത്തെ തന്നെ അങ്ങ് എഴുതി തള്ളാൻ വേണ്ടി പറ്റും. എല്ലാം പോസിബിളാണ്. പക്ഷേ നിങ്ങൾ ചെയ്യേണ്ട കാര്യം വിശ്വസിക്കുക മാത്രം ചെയ്യുക. കാരണം ഒരു ശക്തി വ്യാപരിക്കും. ഈ എഫേസ്യർ 3:20 പറയുന്നുണ്ട്: എന്നാൽ നാം ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്തം പരമായിട്ട് ചെയ്യുവാൻ നമ്മിൽ വ്യാപരിക്കുന്ന ശക്തിയാൽ കഴിയുന്നവന്. ഞാൻ ഈ പറഞ്ഞ അതേ പോയിന്റ്, നമ്മൾ എത്രമാത്രം ചിന്തിക്കുന്നോ അതിനേക്കാളും അപ്പുറമായിട്ടായിരിക്കും ദൈവം പ്രവർത്തിക്കുന്നത്. എന്റെ ചിന്ത എന്ന് പറഞ്ഞാൽ എനിക്കൊരു ചെറിയ വീട് വേണമെന്നായിരുന്നു എന്റെ ചിന്ത. എന്നാൽ എനിക്ക് ലഭിക്കാൻ പോകുന്നത് എന്റെ ചിന്തയ്ക്ക് മുകളിലുള്ളതായിരുന്നു. എന്റെ ആഗ്രഹം ഈ ചെറിയൊരു ഡെലിവറൻസ് കൊണ്ട് ഞാൻ എവിടെയെങ്കിലും ഒതുങ്ങിത്തീരാം. പക്ഷെ ദൈവം ആഗ്രഹിക്കുന്ന ഒതുങ്ങിത്തീരാനല്ല, അവിടുന്ന് നിങ്ങളെ ഉയർത്തി രാജാക്കന്മാരുടെ കൂടെ ഇരുത്താൻ വേണ്ടിയാണ് ദൈവം ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് ചെറിയതിൽ നിങ്ങൾ ഒതുങ്ങരുത്. നിങ്ങൾ ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അതിനേക്കാളും വലിയ കാര്യം ദൈവം നിങ്ങൾക്ക് വേണ്ടി ചെയ്യും. വിനോദ്, ദൈവം നിങ്ങളോട് പറയുന്ന കാര്യം, ചെറിയ കാര്യങ്ങളിൽ ഒതുങ്ങരുത്. ചെറിയ കാര്യങ്ങൾ. ഇപ്പൊ ഞാൻ ഫസ്റ്റത്തെ ഒരു കാര്യം, ആദ്യമേ ഞാൻ ഹീലിങ്ങിന് വേണ്ടി പ്രാർത്ഥിച്ച സമയത്ത് ഒരു കാര്യം നിങ്ങളുടെ കുടുംബത്തിൽ ഓൾറെഡി ഇപ്പോൾ സംഭവിച്ചു കഴിഞ്ഞു. അത് ഓൾറെഡി ഡെലിവറി സംഭവിച്ചു കഴിഞ്ഞു. സെക്കൻഡ് കാര്യം, ഇപ്പൊ ദൈവം പറയാ, നിങ്ങൾ ഒതുങ്ങി പോകരുത്. നിങ്ങൾ ചില കാര്യങ്ങൾ നിങ്ങളുടെ ഉള്ളിൽ പ്ലാൻ ചെയ്യുന്നുണ്ട്. പക്ഷെ നിങ്ങൾ പ്ലാൻ ചെയ്തതിനേക്കാളും അതിനേക്കാളും വലിയ കാര്യമാണ് ദൈവം നിങ്ങൾക്ക് വേണ്ടി വെച്ചിരിക്കുന്നത്. പക്ഷെ ആദ്യം പറഞ്ഞതുപോലെ വിശ്വാസത്തിന്റെ ഒരു പ്രവൃത്തി, ഒന്നും കാണാത്തപ്പോഴും മുന്നോട്ട് പോകണം. ഇത് ചെയ്യാൻ പറ്റുവാണെങ്കിൽ, നിങ്ങളുടെ പേരിൽ സ്വന്തമായി ഒരു മിനിസ്ട്രി പൊങ്ങി വരും. നിങ്ങളുടെ പേരിൽ സ്വന്തമായി ഒരു മിനിസ്ട്രി ഫോം ചെയ്യാൻ വേണ്ടി യേശുവിന്റെ നാമത്തിൽ. അതിനുവേണ്ടി ഞാനിത് പറയുന്ന സമയത്ത് ദൈവത്തിന്റെ ശക്തി മൂവ് ചെയ്യും. അതിനുവേണ്ടി ദൈവം നിങ്ങളെ അനോയിന്റ് ചെയ്യും. യേശുവിന്റെ നാമം. കർത്താവേ, ഞാൻ ഒന്നും ചെയ്യുന്നില്ല. ഞാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പറയുന്ന പോലെ മൂവ് ചെയ്യുക. വേറെ ഒന്നും ഞാൻ ചെയ്യുന്നില്ല. എന്റെ കയ്യിൽ നിന്നും ദൈവത്തിന്റെ ശക്തി മൂവ് ചെയ്യുന്ന ഞാൻ അറിയുക. യേശുവിന്റെ നാമം. കർത്താവെ, ഞാൻ ഇപ്പോൾ അങ്ങയുടെ കരം, കർത്താവെ, ആ ദേവദാസന്റെ മേൽ വന്നിരിക്കുന്ന കൃപയ്ക്കായിട്ട് യേശുവിന്റെ നാമം. കർത്താവെ, ആ കുടുംബത്തെ ഞാൻ ബ്ലസ് ചെയ്യുന്നു. ഇവർക്ക് വേണ്ടി അങ്ങയുടെ ശക്തി വ്യാപരിച്ചിരിക്കുന്ന കൃപയ്ക്കായിട്ട് യേശുവിന്റെ നാമത്തിൽ കർത്താവ് ഇപ്പോൾ ആ ശക്തി അവിടെ മൂവ് ചെയ്തിരിക്കുന്ന കൃപയ്ക്കായിട്ട്, യേശുവിന്റെ നാമത്തിൽ
റിഖോന ഹഷഹറധീനിയോ റഖന്തന മഹല റുഖോ ഷഹറധീനിയോ യേശുവിന്റെ നാമത്തിൽ കർത്താവ് ഇവരുടെ മിനിസ്ട്രിക്ക് വേണ്ടി അതിന്റെ ഒരു ആണിക്കല്ലിനെ ഞാൻ അവിടെ റിലീസ് ചെയ്യും യേശുവിന്റെ നാമത്തിൽ. കർത്താവെ മൂലക്കല്ലിനെ, ആ ഒരു ഫൗണ്ടേഷനെ ഞാനിപ്പോൾ റിലീസ് ചെയ്യും ഇവർക്ക് വേണ്ടി. കർത്താവെ കൊല്ലത്ത് ഓപ്പണിങ് വരട്ടെ, ഒരു കൊല്ലത്ത് ഒരു ഓപ്പണിങ്ങിനെ ഞാൻ റിലീസ് ചെയ്യും കർത്താവ്. ഇവർ നിൽക്കുന്ന പ്ലേസിൽ ഓപ്പണിങ്ങിനെ റിലീസ് ചെയ്യും. ഇവർ നിൽക്കുന്ന അതേ പ്ലേസ് ഞാൻ ഓപ്പണിങ്ങിനെ റിലീസ് ചെയ്യും. ദേവദാസനെ നിങ്ങളുടെ മിനിസ്ട്രിയിൽ കൂടെ ഹീലിംഗ് മിനിസ്ട്രി പുറത്തു വരാൻ വേണ്ടി പോകും. ഹീലിംഗ് മിനിസ്ട്രി പുറത്തു വരാൻ വേണ്ടി ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ദൈവത്തിന്റെ നിയോഗമുണ്ട്. ഞാൻ പ്രാർത്ഥിക്കാൻ വേണ്ടി പോകും യേശുവിന്റെ നാമത്തിൽ. അൺമ്യൂട്ട് ചെയ്തോ യേശുവിന്റെ നാമത്തിൽ. അൺമ്യൂട്ട് ചെയ്തേ. ഓക്കെ, ഒരു ഹീലിംഗ് മിനിസ്ട്രി നിങ്ങളിൽ കൂടെ പുറത്തു. ഞാൻ കാണുന്ന റെവലേഷൻ ഒരു ചെറിയ സ്ഥലത്ത് ഒരു ചെറിയൊരു ടെന്റ് പോലെ ഞാൻ കാണുവാണ്. അവിടെ നിങ്ങൾ ഒരു ഗ്യാതറിങ് ഒരു വിളിച്ചു കൂട്ടിയിരിക്കുക. ദൈവം അവിടെ ചില പ്രവർത്തികളെ ചെയ്യാൻ വേണ്ടി പോവുക. അപ്പോസ്തല പ്രവർത്തികൾ നടക്കുന്നത് പോലെ അതുപോലെയുള്ള ഒരു മൂവ്മെന്റ് നിങ്ങളിൽ കൂടെ സംഭവിക്കാൻ വേണ്ടി പോവുക. ചില ആശുപത്രികളെ കണക്ട് ചെയ്തത് നിങ്ങൾക്ക് മിഷൻസ് ഉണ്ടാവും. ചില ആശുപത്രി കണക്ട് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് മിഷൻസ് കാണും. യേശുവിന്റെ നാമത്തിൽ. നിങ്ങൾ അതേ സമയത്ത് തന്നെ ഞാൻ വേറൊരു കാര്യം, നിങ്ങൾ ഒത്തിരി ട്രാക്റ്റുകളെ വിതരണം ചെയ്യുന്നു. അതായത് സുവിശേഷവുമായി ബന്ധപ്പെട്ട ലിറ്ററേച്ചർ നിങ്ങൾ വിതരണം ചെയ്യുന്നതായിട്ട് ഞാൻ കാണാം. യേശുവിന്റെ നാമത്തിൽ കർത്താവെ അതുപോലെ ഞാൻ റിലീസ് ചെയ്യുന്നു ആ ഒരു കാര്യം. കർത്താവെ ആ സമയത്ത് തന്നെ നിങ്ങൾക്ക് വചനത്തെ പഠിപ്പിക്കാനും ട്രെയിൻ ചെയ്യാനും കൂടെയുള്ള ഒരു കണക്ഷനുണ്ട്. യേശുവിന്റെ നാമത്തിൽ റിലീസ് ചെയ്യുന്നു. കർത്താവ് ഇപ്പോൾ അങ്ങയുടെ ശക്തി ഇവരുടെ ജീവിതത്തിൽ മൂവ് ചെയ്യട്ടെ. പരിശുദ്ധാത്മാവെ ടച്ച് ചെയ്യണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ ശക്തി റിയൽ ആയിട്ട് കൺഫേം ആവട്ടെ യേശുവിന്റെ നാമം. അങ്ങയുടെ കാര്യങ്ങൾ മൂവ് ചെയ്ത കൃപയ്ക്കായിട്ട് ഇപ്പോൾ അതിനെ റിലീസ് ചെയ്യുന്നു. ഇപ്പോൾ അതിനെ ഞാൻ ആക്ടിവേറ്റ് ചെയ്യുന്നു. മീറ്റിങ്ങുകൾ സംഭവിക്കാൻ വേണ്ടി പോകും. ഒത്തിരി മീറ്റിങ്ങുകൾ സംഭവിക്കാൻ വേണ്ടി പോകും യേശുവിന്റെ നാമത്തിൽ. കർത്താവ് ഞാൻ റിലീസ് ചെയ്ത് പ്രാർത്ഥിക്കും. അതങ്ങ് ചെയ്ത കൃപയ്ക്കായിട്ട് യേശുവിന്റെ നാമത്തിൽ. ഞാൻ ഈ പറഞ്ഞതിനകത്ത് എന്തെങ്കിലും നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും പ്ലാനോ എന്തെങ്കിലും ഉണ്ടോ, അതോ ഇതെല്ലാം നിങ്ങളുടെ പുതിയ കാര്യമാണ്? ഇപ്പം ഓൾറെഡി നമ്മൾ മിനിസ്ട്രിയിലാണ്. ഈ പറഞ്ഞ കാര്യങ്ങൾ ശരി. പക്ഷെ ദൈവം ചെയ്യിക്കാൻ വേണ്ടി പോവാണ്. അടുത്ത ലെവലിലോട്ട് ഇത്രേ ഉള്ളൂ. ഞാൻ പറഞ്ഞ ഒന്നും കാണത്തില്ല, ഒരു വഴി നമ്മുടെ മുമ്പിൽ കാണത്തില്ല. പക്ഷെ മൂവ് ചെയ്യുമ്പോൾ അത് അവിടെ ആക്റ്റീവ് ആകാൻ പറ്റത്തില്ല. കാരണം ആർക്കും നിങ്ങൾ മൂവ് ചെയ്യാതെ ആർക്കും ഒന്നും ചെയ്യാൻ വേണ്ടി പറ്റത്തില്ല. ആർക്കും നമ്മൾ തന്നെ മൂവ് ചെയ്യണം. അതാണ് കാര്യം. അപ്പൊ ദൈവം അനുഗ്രഹിക്കട്ടെ. ഞാൻ എന്റെ അടുത്ത ഇതിലോട്ട് മ്യൂട്ട് ചെയ്തോ. ഞാൻ അടുത്തിലോട്ട് പോകട്ടെ. അപ്പം ദൈവം പറഞ്ഞ കാര്യം, നിങ്ങളിൽ കൂടെ ആ ശക്തി വ്യാപരിക്കും. ഈ നോക്കണം, പഴയ നിയമത്തിൽ നിൽക്കുന്ന സമയത്ത് ഞാൻ പറഞ്ഞു 2 പ്രമാണങ്ങളെ കുറിച്ചാണ് പറഞ്ഞു. ഒരു പ്രമാണത്തിൽ നിൽക്കുന്ന വ്യക്തി ആ പെട്ടകത്തെ തൊട്ട സമയത്ത് മരിച്ചുപോയി. പുതിയ പ്രമാണത്തിൽ നിൽക്കുന്ന വ്യക്തി ദൈവ സാന്നിധ്യത്തെ തൊട്ടപ്പോൾ ജീവൻ വ്യാപരിച്ചു, സൗഖ്യം വ്യാപരിച്ചു. കാരണം ഓൾഡ് ടെസ്റ്റ്മെന്റ് ലോ അല്ലെങ്കിൽ പഴയ നിയമ വിശ്വാസത്തിൽ നിൽക്കുമ്പോൾ നിങ്ങൾ ദാസന്മാരാണ്. എന്നാൽ യേശുവിന്റെ പ്രമാണത്തിൽ നിൽക്കുമ്പോൾ നിങ്ങൾ പുത്രന്മാരാണ് അല്ലെങ്കിൽ പുത്രിമാരാണ്. ഇതാണ് രണ്ടിന്റെയും തമ്മിലുള്ള നേച്ചർ, രണ്ടിന്റെയും തമ്മിലുള്ള വ്യത്യാസം. പഴയ നിയമത്തിൽ ബോണ്ടേജിലാണ്, ദാസനാണ്. എന്നാൽ പുതിയ നിയമത്തിൽ നിങ്ങൾ റിയൽ ആയിട്ട് കർത്താവിന്റെ പുത്രന്മാരും അല്ലെങ്കിൽ പുത്രിമാരുമാണ്. ഞാൻ അതിലോട്ടൊന്ന് പറയാൻ വേണ്ടി നിങ്ങളുടെ പൊസിഷൻ ചേഞ്ച് ആയി. അതിലോട്ടാ വരും. ഇതിന്റെ മെയിൻ ടോപ്പിക്കിലോട്ട് ഞാൻ വരുവാണ്. നിങ്ങളുടെ പൊസിഷൻ അവിടെ ചേഞ്ച് ആയി. നോക്കണം, റോമർ 8:15 അതുകൂടാതെ റോമർ 8:17 അവിടെ ഇങ്ങനെ എഴുതിയിട്ടുണ്ട്, നിങ്ങൾ പിന്നെയും ഭയപ്പെടേണ്ടതിന് ദാസ്യത്തിന്റെ ആത്മാവിനെ അല്ല, നാം അബ്ബാ പിതാവേ എന്ന് വിളിക്കുന്ന പുത്രത്വത്തിന്റെ ആത്മാവിനെ അത്ര പ്രാപിച്ചത്. ഈ നോക്കുകയാണെങ്കിൽ രണ്ടും കൂടി ഇന്ന് കണക്ട് ചെയ്ത് പറയാം. വീണ്ടും ഭയപ്പെടേണ്ടതിന് ദാസ്യത്തിന്റെ ആത്മാവിനെ അല്ല. കാര്യം നിങ്ങൾ പഴയ പ്രമാണത്തിൽ നിന്നാൽ അതിന്റെ കൂടെ കണക്ട് ചെയ്തൊരു കാര്യം എന്താ? ഭയമാണ്. പുതിയ പ്രമാണത്തിനകത്ത് ഭയമില്ല. വളരെ സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ, ഇപ്പോഴും ഭയമുണ്ടെങ്കിൽ എനിക്ക് ചെറിയ ഡൗട്ടുണ്ട്, നിങ്ങൾ ഇപ്പോഴും പഴയ പ്രമാണത്തിലാണ്.
എന്നാൽ പുതിയ പ്രമാണത്തിൽ ഭയമില്ല. ഭയം എന്ന് പറയുന്നത് ദൈവത്തിൽ നിന്ന് വരുന്ന കാര്യമല്ല. ഹല്ലേലൂയ. ഭയം എന്ന് പറയുന്നത് ദൈവത്തിൽ നിന്നുള്ള കാര്യമല്ല. ഇന്ന് ആരെങ്കിലും എന്തിനെക്കുറിച്ചെങ്കിലും ഭയപ്പെടുന്നുണ്ടെങ്കിൽ ദൈവം പറയുവാണേ, അതിനെ അങ്ങ് മറന്നു കളഞ്ഞു. ഭയപ്പെടരുത്. ഭയപ്പെട്ടാൽ തീർന്നു. എന്താ പത്രോസ് വെള്ളത്തിന്റെ മുകളിൽ കൂടെ നടക്കുക. സാഹചര്യം കണ്ടൊന്ന് ഭയപ്പെട്ടപ്പോൾ താഴാൻ വേണ്ടി തുടങ്ങി. അതുവരെ താഴ്ന്നില്ല. ഭയ ഭയത്തോടെ അല്ലാതെ നിങ്ങൾ മൂവ് ചെയ്താൽ യു ആർ ഇൻ ദ സൂപ്പർ നാച്ചുറൽ വേൾഡ്. നിങ്ങൾ മുങ്ങിപ്പോകത്തില്ല. നിങ്ങൾ മുങ്ങിപ്പോകത്തില്ല. എത്ര പേര് ഇത് വിശ്വസിക്കുന്ന എനിക്ക് അറിയത്തില്ല. ദൈവം പറയുവാണ്, നിങ്ങൾ ഭയപ്പെടേണ്ടതിനല്ല, ഭയത്തിനെതിരായിട്ട് ഭയം നിങ്ങളെ ഭയപ്പെടണം. ഭയത്തിന്റെ ആത്മാവ് നിങ്ങളെ ഭയപ്പെടണം. എന്റെ ഉള്ളിൽ വന്ദിക്കുന്നത് ദാസന്റെ ആത്മാവല്ല, പുത്രന്റെ ആത്മാവ്. പുത്രന്റെ പ്രത്യേകത പ്രാർത്ഥിച്ചാൽ നടക്കും. യേശു ലാസറിന്റെ കല്ലറയുടെ അടുത്ത് നിന്ന് പ്രാർത്ഥിക്കുക ദൈവത്തോട്. ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കുന്ന എല്ലാം തരുമെന്ന്, ഞാൻ എന്റെ റിയൽ ഇതല്ല പറഞ്ഞത്, ഞാൻ എന്റെ മീനിങ് പറയാം. ഞാൻ എപ്പോഴും പ്രാർത്ഥിച്ചാലും അത് തരുമെന്ന് എനിക്ക് അറിയാം. പക്ഷെ ഞാൻ ഇവരുടെ വിശ്വാസത്തിന് വേണ്ടി ഞാൻ പറയുക എന്ന് പറയാം, ലാസറെ പുറത്തു വരിക. ആ സമയത്ത് പുറത്തു വന്നു. ദൈവം പറയുവാണേ, ഇന്ന് നിങ്ങൾ ഭയത്തിന്റെ പിടിയിലാണെങ്കിൽ യേശു ക്രിസ്തുവിന്റെ അധികാരമുള്ള നാമം, യേശു ക്രിസ്തുവിന്റെ അധികാരമുള്ള നാമം, ആ ഭയത്തിന്റെ കണക്ഷനെ യേശുവിന്റെ നാമത്തിൽ ഞാൻ ഡിസ്കണക്ട് ചെയ്യുന്നു. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ. കർത്താവ്, ഇവരുടെ ഭാവിയെ കുറിച്ചുള്ള ഭയം എവിടെയാണോ ആ ഭയത്തിനെ ടോർമെന്റ് ചെയ്യുന്നത്, യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ അതിനെ ബ്രേക്ക് ചെയ്യുന്നു. അതിനെ ഇപ്പോൾ ഞാൻ ബ്രേക്ക് ചെയ്യുന്നു. കർത്താവ്, ഇവരുടെ ജീവിതത്തിൽ ദൈവത്തിൽ നിന്നുള്ള ധൈര്യത്തെ ഞാൻ റിലീസ് ചെയ്യും. ധൈര്യത്തെ ഞാൻ റിലീസ് ചെയ്യും. ഈ സമയത്ത് ദൈവം എന്നെ കാണിക്കുന്ന റെവലേഷൻ, ചിലവരുടെ ഉള്ളിലോട്ട് വരുന്ന സ്വപ്നം തന്നെ നെഗറ്റീവാണ്. നിങ്ങളെ സ്വപ്നത്തിലെ ചില സ്വപ്നങ്ങൾ കൊണ്ട് നിങ്ങൾ ടോർമെന്റഡ് ആയിക്കൊണ്ടിരിക്കുക. ചില സ്വപ്നങ്ങൾ നിങ്ങൾ കാണും, കുറച്ച് കഴിഞ്ഞ് നെഗറ്റീവ് സ്വപ്നമാണ്. നല്ല കാര്യങ്ങളെ കുറിച്ച് പറയാം. നെഗറ്റീവ് സ്വപ്നം കാണും, നെഗറ്റീവ് സ്വപ്നം ഫലിക്കും. ഇതാ ഇപ്പൊ ചിലരുടെ അങ്ങനെയുള്ള ആൾക്കാരുണ്ടെങ്കിൽ ഒന്ന് കൈവക്കുക. അങ്ങനെ ആരെങ്കിലും ഉണ്ട്, ദൈവം എന്നെ അങ്ങനെ കാണിക്കുക. നിങ്ങൾ കാണുന്ന സ്വപ്നം നെഗറ്റീവ് ആയിരിക്കും. പക്ഷെ നെഗറ്റീവ് ചില സമയത്ത് സംഭവിക്കാറുണ്ട്. പക്ഷെ ദൈവം പറയുവാണേ, ദൈവത്തിന്റെ അടുത്തുനിന്ന് നെഗറ്റീവ് സ്വപ്നം വരത്തില്ല. കാര്യം ദൈവം നിങ്ങളോട് തരുന്ന മെസ്സേജുകൾ നിങ്ങളെ കംഫോർട്ട് ചെയ്യുന്നതായിരിക്കും. ഭയം ദൈവത്തിന്റെ അടുത്തുനിന്നല്ല. ഇന്ന് അങ്ങനെയുള്ള കാര്യത്തെ ദൈവം ബ്രേക്ക് ചെയ്യുക. ഇന്ന് അങ്ങനെയുള്ള കാര്യത്തെ ദൈവം ബ്രേക്ക് ചെയ്യുക. നിങ്ങൾക്ക് വേണ്ടി ദൈവത്തിന്റെ വഴി ഓൾറെഡി ഓപ്പൺ ആയിട്ടുണ്ട്. ഞാൻ അതിലോട്ടൊന്ന് മൂവ് ചെയ്യാം. 8:17 മക്കളെങ്കിലും, റോമർ 8:17 നാം മക്കളെങ്കിലും അവകാശികളുമാകും, ദൈവത്തിന്റെ അവകാശികളും ക്രിസ്തുവിന് കൂട്ടവകാശികളും തന്നെ. എന്നാൽ അവനോടുകൂടെ തേജസ്കരിക്കപ്പെടേണ്ടതിന് അവനോടുകൂടി കഷ്ടം അനുഭവിച്ചാൽ അത്രേ. അതായത് നമ്മൾ മക്കളാണെങ്കിൽ അവകാശങ്ങളും കൂടിയാണ്. യേശു ക്രിസ്തുവിന്റെ എന്തൊക്കെ കാര്യങ്ങളുണ്ടോ അതിനകത്ത് നമ്മളും കൂടെ കൂട്ടവകാശികളാണ്. കൂട്ടവകാശികൾ എന്ന് പറയുമ്പോൾ അറിയാം, നമ്മളൊരു ജോയിന്റ് അക്കൗണ്ട് എടുത്താൽ, ഞാനും എന്റെ വൈഫും കൂടെ ഒരു ജോയിന്റ് അക്കൗണ്ട് എടുത്താൽ, വൈഫ് അറിയാതെ അല്ലെങ്കിൽ ഞാൻ അറിയാതെ ഇത് ട്രാൻസാക്ഷൻ നടക്കാൻ വേണ്ടി പറ്റത്തില്ല. രണ്ടുപേരുടെ എഗ്രിമെന്റുമാണ്. യേശുക്രിസ്തുവിന്റെ കാര്യത്തിൽ നമ്മൾ മൂവ് ചെയ്യേണ്ട ഇതേ കൂട്ടവകാശത്തിൽ. യേശുക്രിസ്തുവിനുള്ളതെല്ലാം നമുക്കും ലഭിച്ചേ പറ്റത്തുള്ളൂ. കാരണം നമ്മൾ കൂട്ടവകാശം. ഞാൻ പറഞ്ഞ ആ ഒരു പ്രമാണത്തിന്റെ ആ ഒരു ഗ്രേറ്റ്നെസ്സിനെ കുറിച്ച് ഞാൻ പറയുന്നത്. ഇത്തവണ നമ്മൾ മക്കളാണ്. നമ്മൾ ഭയപ്പെടേണ്ട ആൾക്കാരല്ല, ദാസന്മാരല്ല. നമ്മൾ എല്ലാത്തിന്റെയും കൂട്ടവകാശികളും കൂടിയാണ്. ഇന്ന് ദൈവം പറയുക, ഈ ഭൂമി നിങ്ങൾക്ക് ഇപ്പൊ ഒന്നും കാണത്തില്ലായിരിക്കാം, ഒരു പക്ഷെ നിങ്ങളുടെ വാതിലെല്ലാം അടഞ്ഞിരിക്കുകയായിരിക്കും. പക്ഷെ സ്വർഗത്തിൽ ദൈവം ഒരു വാതിൽ നിങ്ങൾക്ക് വേണ്ടി തുറന്നിട്ടുണ്ട്. അത് അടയ്ക്കാൻ ആർക്കും പറ്റത്തില്ല. അത് അടയ്ക്കാൻ ആർക്കും പറ്റത്തില്ല. അടയ്ക്കാൻ ആർക്കും പറ്റത്തില്ല. വാതിൽ അടഞ്ഞെന്ന് ആരെങ്കിലും വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ദൈവം പറയുവാണ്, നിങ്ങളുടെ വാതിൽ സ്വർഗത്തിൽ ഓപ്പൺ ആയിരിക്കുക. അതുകൊണ്ട് അതിനെ അടയ്ക്കാൻ ആർക്കും പറ്റത്തില്ല. യേശുവിന്റെ നാമത്തിൽ മഹിമ ജോർജിനോട് ദൈവം പറയുവാണേ, ഭാവിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യം പിശാച് അടച്ചു വെച്ചിരിക്കുക. ഞാൻ അതിന്റെ മുകളിൽ ചങ്ങലയുടെ ഇതും കൂടെ കാണുക. പക്ഷെ ഇന്ന് ഈ വചനം പറയുമ്പോൾ ദൈവം അതിനെ ബ്രേക്ക് ചെയ്യുക. അതിനെ ബ്രേക്ക് ചെയ്യുക. ദൈവം പറയുവാണ്, ആ വാതിലിനെ ഞാൻ ഇപ്പൊ അവിടെ ഓപ്പൺ ആക്കും. ഇപ്പൊ അവിടെ ഓപ്പൺ ആക്കും. ഒരു നല്ല ഒരു ഇതിലോട്ട് ദൈവം കൊണ്ടുവരാൻ വേണ്ടി, ഒരു ഭാവി ഓപ്പൺ ആകാൻ വേണ്ടി പോകും. യേശുവിന്റെ നാമത്തിൽ. കർത്താവേ,
ഒരു സാധ്യത ഒരു വഴിയും കാണുന്നില്ല. മേ ബി അവിടെ കാണുന്ന എല്ലാം നെഗറ്റീവ് ആയിരിക്കും. പക്ഷെ അതിന്റെ മുകളിൽ കർത്താവിന്റെ വാതിൽ ഇപ്പോൾ ഓപ്പൺ ആയിരിക്കുന്ന കൃപയ്ക്കായിട്ട് നന്ദി. അധികം താമസിയാതെ അതിലോട്ട് പ്രവേശിക്കാൻ വേണ്ടി പോവാം. അതിലോട്ട് യേശുവിന്റെ കർത്താവ് ഇവരുടെ കുടുംബത്തിലെ സകല പൈശാചികമായ കാര്യങ്ങളുടെ മേൽ അതിനെ ഞാൻ ബ്രേക്ക് ചെയ്യുന്നു. അതിനെ ഞാൻ ബ്രേക്ക് ചെയ്യുന്നു യേശുവിന്റെ നാമത്തിൽ. യേശുവിന്റെ നാമത്തിൽ ഈ വർഷം തന്നെ, ഈ വർഷം തീരുന്നതിന് മുമ്പേ ഇതിന്റെ മേൽ ഒരു മറുപടി ലഭിക്കാൻ വേണ്ടി പോകും. ഞാൻ വേറൊരു രാജ്യത്തോട്ട് ദൈവം നിങ്ങളെ അയക്കും. കേരളത്തിൽ നിന്നും നിങ്ങളുടെ കുടുംബമായിട്ട് മറ്റൊരു രാജ്യത്തിലോട്ട് ദൈവം കൊണ്ടുപോകാൻ വേണ്ടി പോകും. എനിക്കിത് ബാക്ക്ഗ്രൗണ്ട് ഒന്നും അറിയത്തില്ല, അവിടെ എന്ത് സംഭവിക്കുമെന്ന് എനിക്ക് അറിയത്തില്ല. പക്ഷെ ഇത് സംഭവിക്കാൻ വേണ്ടി പോകും. മറ്റൊരു രാജ്യത്തിലേക്ക് ദൈവം കൊണ്ടുപോകും. അവിടെ ബ്ലസ് ചെയ്യുന്നു. ഇപ്പൊ ഞാനിത് പറയുമ്പോൾ ഞാൻ കാണുന്ന ഒരു കാര്യം, അത് ഇപ്പൊ ഞാൻ പറഞ്ഞ യൂറോപ്യൻ കൺട്രീസിനെ കുറിച്ചല്ല, ഞാൻ കണ്ടത് അറബിക് കൺട്രിയാണ്. ഇപ്പൊ ഞാൻ പറഞ്ഞ കാര്യം ഒരു അറബിക് കൺട്രിയിലോട്ടാണ് പോകാൻ വേണ്ടി പോകുന്നത്. പക്ഷെ ദൈവം ബ്ലസ് ചെയ്യും. അത് കഴിഞ്ഞ് ദൈവം അങ്ങ് ബ്ലസ് ചെയ്യാൻ വേണ്ടി പോവാ. ഒന്നും കഴിഞ്ഞു പോയിട്ടില്ല. മേ ബി പ്രാർത്ഥിക്കുന്ന ആൾക്കാർ വന്ന് നെഗറ്റീവ് പറഞ്ഞിട്ടുണ്ടായിരിക്കും, എനിക്ക് അറിയത്തില്ല. പക്ഷെ ഞാൻ പറയുവാണെ, ഭയപ്പെടുത്തുന്ന ദൂതുകൾ ദൈവത്തിന്റെ അല്ല. ദൈവം നിങ്ങളെ കംഫോർട്ട് ചെയ്യും. ദൈവം നിങ്ങളെ കംഫോർട്ട് ചെയ്യും. ഇതാണ് സംഭവിക്കാൻ വേണ്ടി പോകുന്നത്. യേശുവിന്റെ നാമം കർത്താവെ, ആ എല്ലാ നെഗറ്റീവിനെ ഞാൻ ഇപ്പോൾ ക്യാൻസൽ ചെയ്യും. യേശുവിന്റെ നാമത്തിൽ കർത്താവെ, ആ കുടുംബത്തെ ഞാൻ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. അതിന്റെ മേലങ്ങ് പ്രവർത്തിച്ച് കൃപയ്ക്കായിട്ട്, അതിന്റെ വഴികളെ അങ്ങ് ഓപ്പൺ ആക്കി കൃപയ്ക്കായിട്ട് യേശുവിന്റെ കർത്താവെ, കുടുംബത്തോടെ സന്തോഷത്തോടെ സമൃദ്ധിയായിട്ടിരിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇപ്പോൾ അത് സംഭവിച്ചിരിക്കുന്ന കൃപയ്ക്കായിട്ട് യേശുവിന്റെ നാമത്തിൽ തന്നെ. ഇവിടെ ആക്ച്വലി ഒരു ഡെലിവറൻസ് ആണ് നമ്മുടെ ഈ വചനത്തിനകത്തുനിന്ന്. ഞാൻ ഈ പറഞ്ഞ എന്താണോ ആ വചനത്തിലെ ഡെലിവറൻസ് ആണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. ഞാനിത് ഹൈലൈറ്റ് ഒന്നും ചെയ്ത് മനഃപൂർവ്വം കാണിക്കാത്തതാണ്. എനിക്കറിയാം അവിടെ സംഭവിക്കുന്നുണ്ട്. കാര്യം ദൈവത്തിന്റെ ആത്മാവ് അതാണ്. ദൈവത്തിന്റെ ആത്മാവ് ഭയം തരത്തില്ല. ദൈവത്തിന്റെ ആത്മാവ് നമുക്ക് ഫ്രീഡം തരും. കർത്താവായ യേശുക്രിസ്തുവിലുള്ള ഉള്ളതെല്ലാം നമുക്കാണ്. അതുകൊണ്ട് നിങ്ങളുടെ പൊസിഷൻ മാറി. നിങ്ങൾ ദാസനിൽ നിന്നും എന്റെ പുത്രനിലേക്ക് വന്നു കഴിഞ്ഞു. ഈ നോക്കിക്കോണേ, അടുത്ത ഒരു കാര്യം കൊലോസിയർ 3:1 അവിടെ എങ്ങനെ എഴുതിയിരിക്കുവാണ്. സോറി കൊലോസിയർ ഇതല്ല, ഒരു യോഹന്നാൻ 17:24. ഇവിടെയാണ് യഥാർത്ഥത്തിൽ നമ്മൾ നമ്മുടെ പോയിന്റിലോട്ട് വരുന്നത്. യോഹന്നാൻ 17:24. പിതാവെ, നീ ലോകസ്ഥാപനത്തിന് മുമ്പേ എന്നെ സ്നേഹിച്ചിരിക്കുന്നവർ എനിക്ക് നൽകിയ മഹത്വം നീ എനിക്ക് തന്നിട്ടുള്ളവർ കാണേണ്ടതിന് ഞാൻ ഇരിക്കുന്ന ഇടത്ത് അവരും എന്നോട് കൂടെ ഇരിക്കണം എന്ന് ഞാൻ ഇച്ഛിക്കുന്നു. മേ ബി നിങ്ങൾ പലരും ഇത് വായിച്ചിട്ടുണ്ടായിരിക്കും. ഈ വാക്യം ഒന്നുകൂടെ വായിക്കുമ്പോൾ യേശു പറയുന്ന കാര്യം, എന്റെ മഹത്വത്തെ അവര് കാണണം, അല്ലേ? എന്റെ മഹത്വത്തെ അവര് കാണണമെങ്കിൽ നീ എനിക്ക് തന്നിട്ടുള്ളവർ കാണേണ്ടതിന് നോക്കണം, ഞാൻ ഇരിക്കുന്ന ഇടത്ത് അവരും എന്നോട് കൂടെ ഇരിക്കണം എന്ന് ഞാൻ ഇച്ഛിക്കുന്നു. നോക്കണേ, കുറച്ചുകൂടെ കറക്റ്റായിട്ട് പറഞ്ഞാൽ, നിങ്ങൾ യേശുവിന്റെ മഹത്വം കാണണമെങ്കിൽ യേശു ഇരിക്കുന്ന ഇടത്ത് നിങ്ങളും ഇരിക്കണം. ഇതാണ് റിയാലിറ്റി. അപ്പൊ യേശുവിന് നമ്മളെ തന്റെ മഹത്വം കാണിക്കണം. അങ്ങനെയാണെങ്കിൽ യേശു ഇരിക്കുന്ന ഇടത്ത് നിങ്ങളും ഇരിക്കണം. റിയാലിറ്റി പറയട്ടെ, യേശുവിനെ നിങ്ങൾ വിശ്വസിച്ച സമയത്ത് തന്നെ ഒരു വീണ്ടും ജനനം നിങ്ങളുടെ ഉള്ളിൽ സംഭവിച്ചു. ആ സെയിം ടൈമിൽ നിങ്ങളുടെ പൊസിഷൻ ചേഞ്ച് ആയി. ദാസനിൽ നിന്നും പുത്രത്വത്തിലേക്ക് വന്നു. ഇപ്പോൾ നിങ്ങൾ ഇരിക്കുന്നത് യേശു ക്രിസ്തുവിന്റെ കൂടെ ഇരിക്കുവാണ്. പലരും ഇത് പ്രസംഗിച്ചിട്ടുണ്ട്, പക്ഷെ ആ റിയാലിറ്റിയിലോട്ട് ഞാൻ വരിക. ഇതാണ് റിയാലിറ്റി. എന്താണോ സ്പിരിച്വൽ, എന്താണോ ആത്മിക ലോകത്ത് സംഭവിക്കുന്നത്, അതാണ് സത്യം. ഞാൻ ഭൂമിയിലാണ്, ഞാൻ ഭൂമിയിലെ കാര്യങ്ങളെ കുറിച്ച് പറയുന്നത് കാണുന്നു. പക്ഷെ എന്റെ റിയാലിറ്റി, എന്റെ സ്പിരിറ്റ് കർത്താവിന്റെ കൂടെ ഇരുത്തപ്പെട്ടിരിക്കുക. ഞാൻ അതിലോട്ട് വരിക. എഫേസ്യർ 2:6-7. ഞാൻ ഈ പറയുന്ന വാക്യങ്ങളൊന്നും നിങ്ങൾ മിസ് ചെയ്യരുത്. നിങ്ങളത് വായിക്കുക. ക്രിസ്തുയേശുവിൽ നമ്മളെ കുറിച്ചുള്ള വാത്സല്യത്തിൽ തന്റെ കൃപയുടെ അത്യന്ത ധനത്തെ വരും കാലങ്ങളിൽ കാണിക്കേണ്ടതിന് ക്രിസ്തുയേശുവിൽ അവനോടുകൂടെ ഉയർത്തെഴുന്നേൽപ്പിച്ച് സ്വർഗത്തിൽ ഇരുത്തുകയും ചെയ്തു. നമ്മളിപ്പോ ഇരിക്കുന്ന എവിടെയാ?
ക്രിസ്തു യേശുവിൽ അവനോട് കൂടി ഉയർത്തെഴുന്നേൽപ്പിച്ചു എന്ന് പറയുന്ന കാര്യം, ഞാൻ യേശുവിനെ വിശ്വസിച്ചപ്പോൾ എൻ്റെ ഉള്ളിൽ ഒരു വീണ്ടും ജനനം നടന്നു. ആ വീണ്ടും ജനനം എന്ന് പറഞ്ഞാൽ എൻ്റെ ബോൺ അഗെയിൻ സ്പിരിറ്റ്, ആ സമയത്ത് എനിക്കൊരു ഉയർത്തെഴുന്നേൽപ്പുണ്ട്. ഞാൻ അതിനെക്കുറിച്ച് എപ്പോഴെങ്കിലും ഞാൻ അതിനെക്കുറിച്ച് പ്രസംഗിക്കാം. ആ സമയത്ത് എന്നെ യേശുക്രിസ്തുവിന്റെ കൂടെ സ്വർഗത്തിൽ ഇരുത്തി കഴിഞ്ഞു. ഞാൻ കുറച്ചും കൂടെ കറക്റ്റായിട്ട് പറഞ്ഞാൽ, നിങ്ങൾ കണ്ണടച്ചൊന്ന് ധ്യാനിച്ചാൽ റിയലി നിങ്ങൾ ദൈവത്തിന്റെ സിംഹാസനം കാണും, നിങ്ങൾ ദൂതന്മാരെ കാണും. ഇത് റിയാലിറ്റിയാണ്. അതുകൊണ്ടാണ് എബ്രായ ലേഖനത്തിനകത്ത് പറയുന്നുണ്ട്, നിങ്ങൾ വന്നിരിക്കുന്നത് ഈ കത്തുന്ന പർവ്വതത്തിന്റെ അടുത്തൊന്നും അല്ല, നിങ്ങൾ വന്നിരിക്കുന്ന അസംഖ്യം ദൂതന്മാരുടെ ഇടയിൽ, ആദ്യജാതന്മാരുടെ സഭയിൽ, ദൈവത്തിന്റെ മുമ്പിൽ നിങ്ങൾക്ക് വേണ്ടി എന്താ പറയുന്നത്, പക്ഷപാതം ചെയ്യുന്ന യേശുവിന്റെ രക്തത്തിന്റെ മുമ്പിൽ. അത് വാക്യമാണ്, റിയാലിറ്റി. നിങ്ങൾ സ്വർഗത്തിൽ ഇരുത്തപ്പെട്ടിരിക്കുന്നു. എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ വിശ്വാസത്തോടെ നിങ്ങൾക്ക് യേശുവിന്റെ, ദൈവത്തിന്റെ കൃപാസനത്തിന്റെ മുമ്പിലോട്ട് പോകാനുള്ള ആക്സസ് ഉണ്ട്. നിങ്ങളെ സ്വർഗത്തിൽ യഥാർത്ഥത്തിൽ ഇരുത്തിയിരിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ പൊസിഷൻ എവിടെയാണ്? നിങ്ങളുടെ പൊസിഷൻ സ്വർഗത്തിലാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് കർത്താവിന്റെ തേജസ്സിനെ കാണാൻ വേണ്ടി പറ്റും. റിയൽ ആയിട്ട് തേജസ്സിനെ കാണാൻ വേണ്ടി പറ്റും. റിയൽ ആയിട്ട്. ഇത് ചുമ്മാ ഇമാജിനേഷൻ അല്ല, റിയൽ ആണ്. നിങ്ങൾ എവിടെ പോകുന്നു, നിങ്ങളുടെ മേൽ ദൈവത്തിന്റെ തേജസ് വെളിപ്പെടും. നിങ്ങളുടെ മേൽ ദൈവത്തിന്റെ തേജസ് വെളിപ്പെടും. ഒരു ഗ്ലോറിയസ് മിനിസ്ട്രി, ഒരു ഗ്ലോറിയസ് റെവലേഷൻ, ദൈവത്തിന്റെ മഹത്വം നിങ്ങളിലേക്ക് ദൈവം റിലീസ് ചെയ്യും. ഇതാ സംഭവിക്കുന്നത്. ഞാനൊരു വിൻഡോ കാണുന്നു. ഡോക്ടർ റീന ഫിലിപ്പ്, ദൈവം നിങ്ങളോട് പറയുവാണ്, ദൈവം ഡോക്ടറോട് പറയുവാണ്, യേശുവിന്റെ നാമത്തിൽ ഒരു ഗ്ലോറിയസ് മിനിസ്ട്രി ദൈവം റിലീസ് ചെയ്യും. എനിക്ക് ബാക്ക്ഗ്രൗണ്ട് അറിയത്തില്ല, പക്ഷെ ദൈവം പറയുന്ന കാര്യം, ഇതുവരെ ചെയ്യുന്നതിനകത്തും അടുത്ത ലെവലിലേക്ക് ദൈവം കൊണ്ടുപോകാൻ വേണ്ടി പോവാം. ദൈവം എന്നെ കാണിക്കുന്ന കാര്യം, നിങ്ങളിലൂടെ, നിങ്ങളുടെ മിനിസ്ട്രിയിൽ കൂടെ ദൈവത്തിന്റെ മഹത്വം വെളിപ്പെടാൻ വേണ്ടി പോകും. യേശുവിന്റെ നാമത്തിൽ. ആ ഒരു റെവലേഷൻ ആണ് ദൈവം എന്നെ കാണിക്കുന്നത്. മഹത്വം വെളിപ്പെടുത്തുന്ന ശുശ്രൂഷ ഇതുവരെ ഇങ്ങനെ സംഭവിക്കാൻ വേണ്ടി പോയി. യേശുവിന്റെ നാമത്തിൽ ഒരു ഇന്റർനാഷണൽ ലെവലിലേക്ക് ഒരു കാര്യത്തെ ദൈവം കൊണ്ടുപോകാൻ വേണ്ടി പോയി. യേശുവിന്റെ നാമത്തിൽ. ഹല്ലേലൂയ. റഹശഹറുധൂനി ലിപോറിയ ഷഹറതിനി. In the mighty name of Jesus. ഒരു 3 ബുക്കുകൾ പുറത്തു വരാൻ വേണ്ടി 3 ബുക്കുകൾ യേശു അങ്ങനെ ചെയ്യിപ്പിക്കാൻ വേണ്ടി പോകും. അപ്പോൾ തന്നെ ആൾക്കാർ എന്താ പറഞ്ഞ, മനുഷ്യരാൽ തള്ളപ്പെട്ട ആൾക്കാരുടെ ഇടയിൽ പ്രവർത്തിക്കാൻ വേണ്ടി പോവാം. മനുഷ്യര് തള്ളിക്കളഞ്ഞു, അവർക്ക് ആരുമില്ല. ഞാൻ ഈ പറഞ്ഞ പോലെ അവരുടെ വിചാരം അവർ ദാസന്മാരാണ്. പക്ഷെ അവരോട് യേശുവിന്റെ സുവിശേഷം പറഞ്ഞിട്ട് അവരെ ദൈവം വെച്ചിരിക്കുന്ന പൊസിഷനിലോട്ട് കൊണ്ടുവരുന്ന ഒരു ശുശ്രൂഷ ദൈവം ഏൽപ്പിച്ചിരിക്കുക. ഇത് സംഭവിക്കുക, ഇത് ഓൾറെഡി സംഭവിച്ചുകൊണ്ടിരിക്കുക. യേശുവിന്റെ നാമം. ഞാനിത് പറയുന്ന സമയത്ത് തന്നെ ദൈവം ബോംബെയുമായിട്ട് ബന്ധപ്പെട്ട് ഒരു മിഷനെ ഓപ്പൺ ആക്കാൻ വേണ്ടി പോകും. അധികം താമസിക്കാതെ യേശുവിന്റെ നാമത്തിൽ അതിനെ ഞാൻ റിലീസ് ചെയ്യും. എനിക്ക് ഇതിനെക്കുറിച്ച് അറിയത്തില്ല. ഡോക്ടർ എന്തെങ്കിലും മിനിസ്ട്രി ചെയ്യുന്ന ആളാണോ? എന്തെങ്കിലും അതിനെക്കുറിച്ച് ആഗ്രഹിക്കും? ഞാൻ ബേസിക്കലി ഐ എം എ പീഡിയാട്രീഷ്യൻ. ഐ എം ഇൻ ബാംഗ്ലൂർ. So കർത്താവിന്റെ അടുത്ത് വരാനുള്ള കാരണം was about 13 years back. Everything ended for me. Husband, children, house, profession, ministry. അങ്ങനെ ദൈവം മിനിസ്ട്രിയിൽ കൂടെ എന്നെ വീട്ടിൽ ഒറ്റയ്ക്ക് പഠിപ്പിച്ചെടുത്തിട്ട് I was running a medical center called as the Sure Foundation Medical Center, based on Isaiah 28:16. That is how the name came. Today I lay in Zion a tried stone, a precious stone, a cornerstone, that whosoever, a sure foundation, whosoever believes shall not be dismayed. So the moment with Christian knowledge I started this, everything started ending for me. Right now, the case about this medical center, which is my entire lifetime earnings, placed very highly in Bangalore.
I still have a lot of influence, but I am not doing any profession. For the last 13 years, I have been in isolation. In isolation, the Lord has raised me, connected me to people. And so, even as a pediatrician, I was not a prescribing pediatrician. I was always parenting the parent, counseling. So, even today, as you mentioned, a lot of people in the higher realm of doctors in Bangalore are shocked about my lifestyle. How do I live like this? How am I joyful? I have nothing in my hand. I preach Christ, I walk Christ. So that's become my passion, that the solution to all problems is Jesus Christ. And that is my revelation. So ഇന്ന് medical center is the Sure Foundation Medical Center. Talkalam adinte case, my own boss shut it down. My lifetime earnings are all there. The next hearing is on 26th. It is not the police who have helped me. I didn't file a case. The human rights moved for me. So I'm sure the Sure Foundation will come up. It's a dream of ethical medical practice, and the doctor being a ministry and not a profession. ഓക്കെ, എന്തായാലും ഇത് ദൈവം ചെയ്യാൻ വേണ്ടി പോവാണ്. ദൈവം നിങ്ങളെ ഉപയോഗിക്കാൻ വേണ്ടി പോവുക. ദൈവം ഉപയോഗിക്കാൻ വേണ്ടി പോവുക. ഇന്ന് ഇവിടെ പറഞ്ഞ എല്ലാ വചനങ്ങളും അതിനകത്ത് റിലേറ്റഡ് ആണ്. യേശുവിന്റെ നാമത്തിൽ കർത്താവേ, ആ ഒരു കാര്യത്തിന് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ അധികാരമുള്ള നാമം കർത്താവെ, അതിന്റെ മേലുള്ള ആ ഒരു കെട്ടിനെ ഞാൻ ക്യാൻസൽ ചെയ്യും. ആ ഒരു കാര്യത്തെ യേശുവിന്റെ അധികാരമുള്ള നാമം അതിനെ ഞാൻ റിലീസ് ചെയ്യും. കർത്താവെ, ഇപ്പോൾ അങ്ങ് പറഞ്ഞതുപോലെ അനേകർക്ക് അത് ആശ്രയമായിട്ട് മാറട്ടെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അതിലൂടെ കർത്താവിന്റെ സ്നേഹം അനേകരെ അറിയട്ടെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. പിശാചിന്റെ സകലവിധമായ തന്ത്രങ്ങളെ ഞാനിവിടെ ക്യാൻസൽ ചെയ്യും. യേശുവിന്റെ നാമം, യേശുവിന്റെ നാമത്തിൽ അതിനെ ഞാൻ റിലീസ് ചെയ്യും. ഇത് സംഭവിക്കാൻ വേണ്ടി പോയി. ഇതൊരു ഡെലിവറൻസ് ആയിരിക്കും, ഇതൊരു മിറക്കിൾ ആയിരിക്കും. ഇത് സംഭവിക്കാൻ വേണ്ടി പോയി. യേശുവിന്റെ നാമത്തിൽ അതിനെ ഞാൻ റിലീസ് ചെയ്യും. കർത്താവെ, അങ്ങ് ചെയ്ത കൃപയ്ക്കായിട്ട് യേശുവിന്റെ നാമത്തിൽ തന്നെ. ഒരു മിനിസ്ട്രി ഉണ്ട്, അത് ഏറ്റവും ഗ്ലോറിയസ് ആയിട്ട് പൊങ്ങി വരാൻ വേണ്ടി പോയി. ഞാൻ പറഞ്ഞ സാഹചര്യം ഇപ്പൊ ഒന്നുമില്ല, ഒരു വഴിയും നമ്മൾ നോക്കുമ്പോൾ കാണുന്നില്ല. പക്ഷെ ദൈവത്തിന്റെ വചനം അങ്ങനെയാണെങ്കിൽ അങ്ങനെ തന്നെ സംഭവിച്ചിരിക്കും. അപ്പൊ ഞാൻ പറഞ്ഞുകൊണ്ടിരുന്ന പോയിന്റ് എന്ന് പറഞ്ഞാൽ, നമ്മുടെ പൊസിഷൻ മാറും. നമ്മളിപ്പോൾ ഇരിക്കുന്നത് യേശുവിന്റെ കൂടെയാണ്. ഇവിടെ നോക്കണം, കൊലോസ്യർ 3:1-2-3 വാക്യം അതുമായിട്ട് കണക്ട് ചെയ്ത് നമ്മുടെ പൊസിഷൻ മാറിയെങ്കിൽ, അടുത്ത പ്രോസസ്സ് നമ്മുടെ പൊസിഷൻ മാറിയെങ്കിൽ, ആകയാൽ നിങ്ങൾ ക്രിസ്തുവിനോട് കൂടെ ഉയർത്തെഴുന്നേറ്റുവെങ്കിൽ ക്രിസ്തു ദൈവത്തിന്റെ വലത്ത് ഭാഗത്ത് ഇരിക്കുന്നിടമായ ഉയരത്തിലുള്ളത് അന്വേഷിപ്പിൻ. നോക്കിയാണെ, നമ്മുടെ പൊസിഷൻ മാറി. ഭൂമിയിലാണെങ്കിലും റിയലി നമ്മൾ കർത്താവിന്റെ കൂടെയാണ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ അന്വേഷിക്കേണ്ടത് അവിടുത്തെ കാര്യങ്ങളായിരിക്കും. മുമ്പേ അവന്റെ രാജ്യവും നീതിയും അന്വേഷിച്ച ബാക്കിയുള്ളതെല്ലാം ബോണസാണ്. യേശുവിനെ അന്വേഷിച്ച, യേശു ക്രിസ്തുവിന്റെ റെവലേഷൻസിനെ നിങ്ങൾ പിടിക്കാൻ വേണ്ടി തുടങ്ങിയാൽ ബാക്കിയുള്ളതെല്ലാം തന്നെ വരും. പെട്ടകത്തിന്റെ അടുത്തുകൊണ്ട് കമ്പ് എന്ന് പറഞ്ഞ വടി കൊണ്ട് വെച്ചിരിക്കുക. അഹരോന്റെ വടി പെട്ടെന്ന് അങ്ങ് വളർന്നു. ഒരു സാധ്യതയില്ല, ഒരു വഴിയില്ല. ദൈവ സാന്നിധ്യമായിട്ട് കണക്ട് ചെയ്തിരുന്നാൽ, ദൈവത്തിന്റെ റെവലേഷൻസ് നിങ്ങൾ അന്വേഷിച്ചു കൊണ്ടിരുന്നാൽ, ഇത് റിസൾട്ട് ഫോളോ നിങ്ങളുടെ അടുത്ത് വരാൻ വേണ്ടി പോകും. കാര്യം അതിനകത്ത് പ്രത്യേകിച്ച് മാജിക് ഒന്നുമില്ല. കാരണം നിങ്ങൾ വെള്ളത്തിനരികെ നട്ടിരിക്കുന്ന ഒരു തൈ, നമുക്കറിയാം, ഒരിക്കലും വെള്ളത്തിനരികെ നട്ടിരിക്കുന്ന ഒരു തൈ ഒരിക്കലും വാടത്തില്ല, ഇല കൊഴിയത്തില്ല, ഫലം ഇല്ലാതെ പോകത്തില്ല. അതുകൊണ്ട് ദൈവം പറയുകയാണ്, നിങ്ങൾ ഇപ്പോൾ ഇരിക്കുന്ന പൊസിഷൻ മാറിയുകൊണ്ട് നിങ്ങൾ ചിന്തിക്കേണ്ട. ഇവിടെയാണ് നമുക്ക് പ്രശ്നം. നമ്മൾ രക്ഷിക്കപ്പെട്ടവരാണ്, നമ്മൾ അറിയാവുന്നവരാണ്. പക്ഷെ ഇപ്പോഴും നമ്മുടെ തോട്ട് പ്രോസസ്സ് ഭൂമിയിലെ നിയമങ്ങൾക്കനുസരിച്ച് നമ്മൾ ചിന്തിക്കും, ഭൂമിയിലെ നിയമങ്ങൾക്കനുസരിച്ച് നമ്മൾ മൂവ് ചെയ്യും. പക്ഷെ ഞാൻ പറഞ്ഞ കാര്യം, എപ്പോഴും നിങ്ങൾ മൂവ് ചെയ്യുമ്പോഴും ദൈവത്തിൽ നിന്നൊരു റെവലേഷൻ നിങ്ങൾ പ്രാർത്ഥിക്കണം. ദൈവത്തിൽ നിന്ന് നിങ്ങൾക്ക് ഒരു റെവലേഷനെ കിട്ടിയാൽ അതിനകത്തൊരു ഡെലിവറൻസ് ഉണ്ട്. ഇപ്പൊ നമ്മൾ ഇത് പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് ദൈവത്തിൽ നിന്നും ഒരു റെവലേഷൻ നിങ്ങൾക്ക് കിട്ടിയാൽ അത് ഡെലിവറൻസ് ആണ്. ഇപ്പൊ ദൈവം പറയുവാണ്, ഉയരത്തിലുള്ളത് അന്വേഷിക്കണം. എന്നിട്ട് എഴുതിയിട്ടുണ്ട്, ഭൂമിയിലുള്ളതല്ല ഉയരത്തിലുള്ളത് തന്നെ ചിന്തിക്കണം. അതന്നെ ഇപ്പൊ ഞാൻ പറഞ്ഞത്. നിങ്ങൾ മരിച്ച നിങ്ങളുടെ ജീവൻ ക്രിസ്തുവിനോട് കൂടെ ദൈവത്തിൽ മറഞ്ഞിരിക്കുന്നു.
കുറച്ചുകൂടെ കറക്റ്റായിട്ട് പറഞ്ഞാൽ നിങ്ങളുടെ ജീവൻ യേശുവിന്റെ കൂടെ മറഞ്ഞിരിക്കുക. എല്ലാവരും പറയുന്നുണ്ട്, പലരും പറയുന്നുണ്ട് യേശുവിനെ കുരിശിൽ തറച്ച് കൊന്നുകളഞ്ഞു. യഥാർത്ഥത്തിൽ യേശുവിൻ തന്റെ ജീവനെ ഏൽപ്പിച്ചു കൊടുക്കുക ചെയ്തു. എന്റെ ആത്മാവിനെ ഞാൻ പിതാവിന്റെ കരങ്ങളിലോട്ട് ഏൽപ്പിക്കുന്നു. കൊല്ലാൻ പറ്റത്തില്ല. നിങ്ങളുടെ ജീവൻ ഇപ്പൊ ആരുടെ കയ്യിലായിരിക്കുന്നത്? യേശുവിന്റെ കയ്യിലായിരിക്കുന്നത്. യേശു അറിയാതെ നിങ്ങളുടെ ജീവനെ പോകത്തില്ല. ഇന്ന് ആരെങ്കിലും മരണഭയത്തിൽ ഇരിക്കുന്നവരുണ്ടെങ്കിൽ ദൈവം പറയുവാണ്, ദൈവം അറിയാതെ നിങ്ങളെ ഒന്നും തൊടാൻ ആർക്കും പറ്റത്തില്ല. തൊടാൻ പറ്റത്തില്ല. ഇമ്പോസിബിളാ. ഞാൻ കുറച്ചും കൂടെ കറക്റ്റായിട്ട് പറഞ്ഞാൽ, ഒരു ബോംബ് ഇട്ടാലും ഒന്നും സംഭവിക്കത്തില്ല. ഞാൻ ചുമ്മാ അങ്ങ് പറയുക, റിയലാണ്. ദൈവത്തിന്റെ ജീവൻ നിങ്ങളുടെ ഉള്ളിലിരിക്കുകയാണ്. നിങ്ങളുടെ ജീവൻ യേശുവിന്റെ കൂടെ മറഞ്ഞിരിക്കുക, കണ്ടുപിടിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് നിങ്ങളുടെ പൊസിഷൻ മാറി, നിങ്ങളുടെ ചിന്താഗതികൾ മാറും. ഈ വചനത്തെ നിങ്ങൾ വായിച്ചിട്ട് വചനത്തിന്റെ റെവലേഷൻ എന്താണോ അതിനെ ഏറ്റെടുത്ത് നിങ്ങൾ മൂവ് ചെയ്യാൻ വേണ്ടി തുടങ്ങും. ഞാൻ പറയാം, വചനത്തിന്റെ റെവലേഷൻ എടുത്ത് മൂവ് ചെയ്യാൻ തുടങ്ങുവാണെങ്കിൽ നിങ്ങൾ റിസൾട്ട് കാണാൻ വേണ്ടി തുടങ്ങും. യേശുവിന്റെ നാമത്തിൽ. സന്തോഷ് തോമസിനോട് ദൈവം പറയുക, ഈ വചനത്തിൽ കൂടെ റെവലേഷൻസിനെ ഏറ്റെടുത്ത് മുന്നോട്ട് പോയാൽ ഇതുവരെ അടഞ്ഞിരിക്കുന്ന സകല കാര്യങ്ങളും തുറക്കും. ദൈവം പറഞ്ഞൊരു കാര്യം ആദ്യം ഞാൻ പറഞ്ഞു തന്നെ, യേശുക്രിസ്തുവിന്റെ പ്രമാണത്തിലേക്ക് കടന്നു വരണം. യേശുവിന്റെ പ്രമാണത്തിൽ ജീവിക്കും. അങ്ങനെയാണെങ്കിൽ ഇതുവരെ നഷ്ടപ്പെട്ടു പോയ നിങ്ങളുടെ വർഷങ്ങൾ വരെ നിങ്ങൾക്ക് ദൈവം തിരിച്ചു വരാൻ വേണ്ടി പോകും. ഇത് സംഭവിക്കാൻ പോകുന്ന കാര്യം യേശുവിന്റെ നാമത്തിൽ ഒരു ഗവൺമെന്റ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു വഴി ഓപ്പൺ ആവാൻ വേണ്ടി, ഒരു ജോബിന്റെ വഴി ദൈവം ഉടനെ ഓപ്പൺ ആക്കും. യേശുവിന്റെ നാമത്തിൽ കർത്താവെ, ആ ഒരു വാതിലിനെ ഞാൻ സന്തോഷ് തോമസിന് വേണ്ടി റിലീസ് ചെയ്യും. ഇപ്പോൾ അത് സംഭവിച്ചിരിക്കുന്ന കൃപയ്ക്കായിട്ട് ഇപ്പോൾ അത് ഒരു ടെസ്റ്റിമണി ആയിട്ട് വരാൻ വേണ്ടി പോകും. അത്രേ ഉള്ളൂ. യേശുക്രിസ്തുവിന്റെ റെവലേഷൻസ് അനുസരിച്ച് മൂവ് ചെയ്യുക. ഉടനെ സംഭവിക്കും യേശുവിന്റെ നാമത്തിൽ. ഞാൻ ചില റെവലേഷൻ കാണുവാണെ, അതിനകത്ത് നിങ്ങളുടെ പേര് ചില ലിസ്റ്റിനകത്ത് വരാൻ വേണ്ടി പോകും. യേശുവിന്റെ നാമത്തിൽ ഞാൻ അതിനെ റിലീസ് ചെയ്യും. കർത്താവെ, ഞാൻ ചെയ്ത കൃപയ്ക്കായിട്ട് യേശുവിന്റെ നാമം. ഗോഡ്സൺ, ദൈവം നിങ്ങളുടെ കൂടെയുണ്ട്. യേശുവിന്റെ നാമത്തിൽ. ഇപ്പൊ ഞാൻ കാണുന്ന ഒരു റെവലേഷൻ, നിങ്ങളുടെ മുമ്പിൽ ഒരു കാര്യം ബ്ലോക്ക് ആയിട്ട് കിടക്കുവാണ്. ആ ബ്ലോക്കിനെ ദൈവം എടുത്ത് കളയാൻ വേണ്ടി പോവാം. ഞാൻ കാണുന്ന റെവലേഷൻ എന്ന് പറഞ്ഞാൽ, നമ്മൾ ഒരു ട്രെയിൻ പോകാൻ നേരത്ത് അതിന് നമ്മളൊരു ഇടയ്ക്ക് ഒരു എന്താ പറയുക, ഒരു ഗേറ്റ് വെക്കും. ആ ഗേറ്റ് അടച്ചിട്ട് കഴിഞ്ഞാൽ വാഹനങ്ങൾക്ക് പോകാൻ വേണ്ടി പറ്റത്തില്ല. പക്ഷെ അത് കഴിഞ്ഞ് ഗേറ്റ് തുറക്കും. ആ ഗേറ്റ് തുറക്കുന്ന തന്നെ കാണിക്കുക, നിങ്ങളെ ദൈവം അടുത്ത തലത്തിലോട്ട് കൊണ്ടുപോകാൻ വേണ്ടി പോവുക. ഇന്ന് ഏത് കാര്യത്തിന് വേണ്ടിയാണോ ഈ ഒരു മീറ്റിങ്ങിനകത്ത് കയറിയത്, അതിന്റെ റിസൾട്ട് കാണാൻ വേണ്ടി പോകും. യേശുവിന്റെ നാമത്തിൽ. യേശുവിന്റെ നാമത്തിൽ. നിങ്ങൾക്ക് വേണ്ടി ഒരു രാജ്യത്തിന്റെ വാതിൽ ഓപ്പൺ ആകും. ഒരു രാജ്യത്തിന്റെ വാതിലും കൂടി ഓപ്പൺ ആകും. ഒരു വിസ നിങ്ങളുടെ പാസ്പോർട്ടിലോട്ട് സ്റ്റാമ്പ് ചെയ്യും. യേശുവിന്റെ നാമത്തിൽ ആ ഒരു വാതിലിനെ ഇപ്പോൾ ഞാൻ ഓപ്പൺ ആക്കും. യേശുവിന്റെ ദൈവം എന്നെ കാണിക്കുന്ന ഒരു രാജ്യത്തോട്ട് ദൈവം നിങ്ങളെ ഓപ്പൺ ആക്കും. യേശുവിന്റെ നാമത്തിൽ ആ ഒരു വഴിയെ ഇപ്പോൾ തന്നെ ഞാൻ ഓപ്പൺ ആക്കുന്നു. അപ്പോൾ തന്നെ ഇദ്ദേഹത്തിന്റെ പ്രൊഫഷനുമായി ബന്ധപ്പെട്ട് ഒരു വാതിലിനെ ഞാൻ ഓപ്പൺ ആക്കുന്നു. അപ്പോൾ തന്നെ ഇവരുടെ വീട്ടിൽ കർത്താവെ, സകല പൈശാചികമായിട്ടുള്ള കണക്ഷനെ ഞാൻ ക്യാൻസൽ ചെയ്യും. കർത്താവെ, ഞാൻ നേരത്തെ പ്രാർത്ഥിച്ചപ്പോൾ പറഞ്ഞതുപോലെ അങ്ങയുടെ വചനത്തിലുള്ള സൗഖ്യം അവരുടെ കുടുംബത്തിൽ റിലീസ് ആകട്ടെ. യേശുവിന്റെ നാമത്തിൽ അതിനെ ഞാൻ റിലീസ് ചെയ്യും. യേശുവിന്റെ നാമത്തിൽ കർത്താവ് സംഭവിച്ച കൃപയ്ക്കായിരുന്നു. അത് ഇദ്ദേഹത്തിന്റെ ഫാദറിന്റെ സൈഡിൽ നിന്ന് വരുന്ന സകലവിധമായ നെഗറ്റീവ് കണക്ഷനെയും അവരുടെ പൂർവ്വപിതാക്കന്മാരിൽ നിന്ന് വരുന്നതിനെ ഇപ്പോൾ ഞാൻ ബ്രേക്ക് ചെയ്യുന്നു. ഞാൻ കാണുന്ന ഒരു റെവലേഷൻ,
ഞാനൊരു സ്ഥലം കാണുക. ആ സ്ഥലം ഞാൻ കണ്ട കാര്യം എന്ന് പറഞ്ഞാൽ അതൊരു കുറച്ച് ഉള്ളേരിയാണ്. അവിടെ ഞാൻ ഈ ഫാദറിനെ കുറിച്ച് പറഞ്ഞപ്പോൾ ഞാൻ കാണുന്ന റെവലേഷൻ ഉള്ളേരിയാണ്. ഒരു പാടം പോലെയൊക്കെ ഒരു സൈഡിൽ കാണുക. അങ്ങനെ ഒരു കാര്യം ദൈവനെ കാണിക്കുക. യേശുവിന്റെ നാമം കർത്താവെ, അവരുടെ ഫാമിലിയുമായി ബന്ധപ്പെട്ട ആ ഒരു കാര്യത്തെ, അവിടുന്ന് വരുന്ന സകല റൂട്ടിനെ ഞാൻ യേശുവിന്റെ നാമത്തിൽ ഞാൻ ക്യാൻസൽ ചെയ്യും. ഇവർക്ക് വേണ്ടി വഴിയെ ഇന്ന് ഞാൻ ഓപ്പൺ ആക്കും. ഇന്ന് ഞാൻ ഓപ്പൺ ആക്കും. ഗോഡ്സിന് വേണ്ടി എനിക്ക് സ്പെസിഫിക് ആയിട്ട് പ്രാർത്ഥിക്കാൻ ഒരു നിയോഗമുണ്ട്. സ്പെസിഫിക് ആയിട്ട് പ്രാർത്ഥിക്കാൻ. ജസ്റ്റ് ഒന്ന് അൺമ്യൂട്ട് ചെയ്തേ. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമം. Yes, Pastor. ഗോഡ്സിന് ആദ്യമായിട്ടാണ് ഇതിനകത്ത് വരുന്നത്. ഇതിനകത്ത് വന്നിട്ടുണ്ടോ ആ, നേരത്തെ? ഇല്ല ഇല്ല ഇല്ല, ഇതന്നെ ഫസ്റ്റ്. എന്തെങ്കിലും സ്പെസിഫിക് പ്രയർ റിക്വസ്റ്റ് ഉണ്ടോ ഇതിനകത്ത് വന്നതിന്? ചുമ്മാ വന്നതേ ഉള്ളൂ. ചുമ്മാ ചുമ്മാ വന്നതേ ഉള്ളൂ. ഓക്കെ. പക്ഷെ ദൈവം ഒരു വഴി ഓപ്പൺ ആക്കും. വഴി ഓപ്പൺ. എവിടെയാ വീട്? എവിടുന്നാ വരുന്നേ? എവിടെയാ നിങ്ങളുടെ വീട്? ആക്ച്വലി ബാംഗ്ലൂരിലുണ്ട്. ഇപ്പൊ ബാംഗ്ലൂരിലുണ്ട്. യഥാർത്ഥത്തിൽ വീട് എവിടെയാ? കുമളി, തൊട്ടടുത്ത് കുമളിയാ, വണ്ടിപ്പെരിയാർ. വണ്ടിപ്പെരിയാർ. ഓക്കെ. വണ്ടിപ്പെരിയാർ ആണല്ലേ? വണ്ടിപ്പെരിയാർ. ഓക്കെ ഓക്കെ. ലാസ്റ്റ് 2 weeks ആയിട്ട് പപ്പാന്റെ ഫാമിലി സൈഡ് കുറച്ച് പ്രോബ്ലംസ് പോയിക്കൊണ്ടിരിക്കുന്നത്. പപ്പയുടെ ഫാമിലി. ഓക്കെ. അതാണ് ഇപ്പൊ ദൈവം കാണിച്ചു തന്നത്. അതിനെ ദൈവം ക്യാൻസൽ ചെയ്തു. കാര്യം ഞാൻ അങ്ങനെ ഒരു പ്രദേശമാണ് കണ്ടത്. അങ്ങനെ ഒരു ഗ്രാമം പറഞ്ഞ ഉള്ളേരിയാണ് ഞാൻ കണ്ടത്. വണ്ടിപ്പെരിയാർ എന്ന് പറഞ്ഞ ഉള്ളേരിയാണ്. അവിടെ ദൈവത്തിന്റെ ഡെലിവറൻസ് ഓൾറെഡി നടന്നു കഴിഞ്ഞു. ആണ് ജസ്റ്റ് വിശ്വസിക്കുക. ആ കാര്യം സംഭവിച്ചിട്ടുണ്ട്. യേശുവിന്റെ നാമത്തിൽ കർത്താവ്, ഞാൻ ഗോഡ്സിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ കർത്താവെ, ആ ഒരു നെക്സ്റ്റ് ലെവലിലേക്ക് അദ്ദേഹം കടന്നു പോകും ഞാൻ പ്രാർത്ഥിക്കുന്നു. In the name of Jesus, in the mighty name of Jesus, let the power of the Holy Spirit manifest upon his life. In the mighty name of Jesus, in the mighty name of Jesus. യേശുവിന്റെ നാമത്തിൽ കർത്താവെ, അതിനെ അങ്ങ് പ്രവർത്തിച്ച കൃപയ്ക്കായിട്ട് നന്ദി. അത് പ്രവർത്തിച്ചിരിക്കുന്ന യേശുവിന്റെ നാമം, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ. നിങ്ങൾ എവിടെയാ ജോലി ചെയ്യുന്നത്? നിങ്ങൾ ഏത് സ്റ്റാഫ് നഴ്സ് ആണ്? ഓക്കെ. ദൈവം ഒരു വഴി ഓപ്പൺ ആക്കുന്നുണ്ട്. അതിന്റെ ഉള്ള യാത്രയ്ക്ക് വേണ്ടി റെഡി ആയിട്ട് പ്രവർത്തിക്കും. കല്യാണം കഴിച്ചാണോ? കല്യാണം കഴിച്ച് ഡിവോഴ്സ് ആയി. ഓക്കെ. ദൈവം ഒരു ഡെലിവറൻസ് ചെയ്യും. ജസ്റ്റ് വിശ്വസിക്കുക. ഞാൻ പ്രാർത്ഥിച്ചോളാം. ഓക്കെ. നമ്മൾ അടുത്ത ഒരു ഇതിലോട്ട് മൂവ് ചെയ്യട്ടെ. നമ്മുടെ മീറ്റിങ്ങിന്റെ സമയം കഴിയാറായി. ഇപ്പൊ ഞാൻ പറഞ്ഞത് ലാസ്റ്റ് പറഞ്ഞ വാക്യം, നിങ്ങളുടെ ജീവൻ യേശുവിനോട് മാറിയിരിക്കുന്നു. ഈ നോക്കണം, നിങ്ങൾ കർത്താവിന്റെ കൂടെ ഇരുന്ന് കഴിഞ്ഞു. യേശു പറഞ്ഞ ആദ്യത്തെ വാക്യം, ഞാൻ ഇരിക്കുന്ന സ്ഥലത്ത് അവർ ഇരിക്കണം, കാരണം എന്റെ മഹത്വം അവര് കാണണം. ഇതാണ് യേശു പറഞ്ഞ കാര്യം. ഈ നോക്കണം, അതുമായിട്ട് കണക്ട് ചെയ്ത് ഞാൻ പറയുന്നുണ്ട്. സങ്കീർത്തനങ്ങൾ 34:5. സങ്കീർത്തനങ്ങൾ 34:5 അവിടെ ഇങ്ങനെ എഴുതിയിട്ടുണ്ട്, അവങ്കിലേക്ക് നോക്കിയവർ പ്രകാശിതരായി, അവരുടെ മുഖം ലജ്ജിച്ചു പോയതൊന്നുമില്ല. നോക്കിക്കോണേ, നിങ്ങൾ ആ ഒരു പ്ലേസിൽ നിന്നാൽ കർത്താവിന്റെ ഗ്ലോറിയെ നിങ്ങൾ കാണാൻ വേണ്ടി പറ്റും. കർത്താവിന്റെ മഹത്വത്തിലേക്ക് നിങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുക. കർത്താവിന്റെ മഹത്വത്തിലേക്ക് നിങ്ങൾ നോക്കിക്കൊണ്ടിരുന്നാൽ സംഭവിക്കുന്ന കാര്യം, നിങ്ങളുടെ മുഖം പ്രകാശിക്കും. പഴയ നിയമത്തിൽ മോശ കുറച്ച് സമയം, ഒരു 40 ദിവസം ദൈവത്തിന്റെ കൂടെ ഇരുന്നിട്ട് ഇറങ്ങി വന്ന സമയത്ത് മുഖം പ്രകാശിക്കാൻ വേണ്ടി തുടങ്ങി. റിയൽ കാര്യം. അത് ഒരു അലങ്കാരികമായിട്ട് പറഞ്ഞ കാര്യമല്ല, റിയൽ കാര്യം. അതുപോലെ തന്നെ യേശുവിന്റെ ശിഷ്യന്മാര് യേശുവിന് ട്രാൻസ്ഫിഗറേഷൻ കണ്ടു. റിയൽ ആയിട്ട് യേശുവിന്റെ മുഖം സൂര്യനെ പോലെ പ്രകാശിക്കുന്നത് അവർ കണ്ടു. റിയൽ ആയിട്ട്. ഇവിടെ ദൈവം പറയുന്ന കാര്യം, ഞാൻ വെച്ചിരിക്കുന്ന സ്ഥലത്ത് ഇരിക്കുവാണെങ്കിൽ നിങ്ങൾ എന്റെ മഹത്വം കാണും. നിങ്ങൾ എന്റെ മഹത്വം കണ്ടാൽ നിങ്ങളുടെ മുഖം പ്രകാശിക്കാൻ വേണ്ടി തുടങ്ങും. കുറച്ചും കൂടെ കറക്റ്റായിട്ട് പറഞ്ഞാൽ, നിങ്ങളിൽ കൂടെ ഒരു ഗ്ലോറി വ്യാപരിക്കും. ആ ഗ്ലോറി മറ്റുള്ളവർക്കും അനുഗ്രഹമായിട്ട് മാറും. എ റിയൽ ഗ്ലോറി, മറ്റുള്ളവർക്ക് കാണത്തക്ക രീതിയിലുള്ള ഗ്ലോറി നിങ്ങളിൽ കൂടെ വ്യാപരിക്കും. ഗ്ലോറിയുടെ പ്രത്യേകത, ഗ്ലോറി വ്യാപരിച്ചു കഴിഞ്ഞാൽ, ശലോമോൻ ദേവാലയം ഡെഡിക്കേറ്റ് ചെയ്യാൻ പോയ സമയത്ത് ദൈവത്തിന്റെ മഹത്വം അവിടെ വ്യാപരിച്ചു. അവിടെ പുരോഹിതന്മാർക്കൊന്നും ചെയ്യാൻ വേണ്ടി പറ്റിയില്ല. ദൈവത്തിന്റെ കാര്യങ്ങളെല്ലാം അവിടെ നടന്നു. നിങ്ങൾ പ്രത്യേകിച്ച് ഒന്നും ചെയ്യത്തില്ല, പക്ഷെ ദൈവത്തിന്റെ മഹത്വം നിങ്ങളിലൂടെ വ്യാപരിക്കും. ബാക്കിയുള്ള സകല മേഖലയും ദൈവത്തിന്റെ അധികാരം, ദൈവത്തിന്റെ നിയമങ്ങളെല്ലാം ആക്ടിവേറ്റ് ആവാൻ വേണ്ടി തുടങ്ങും. നിങ്ങളുടെ മുഖം റിയൽ ആയിട്ട് പ്രകാശിക്കും.
രണ്ടാമത്തെ കാര്യം, നിങ്ങളുടെ മുഖം ലജ്ജിച്ചു പോകത്തില്ല. ഇന്ന് ആരെങ്കിലും ഏതെങ്കിലും രീതിയിൽ ലജ്ജിച്ചു പോകും എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടെങ്കിൽ ദൈവം നിങ്ങളോട് പറയുവാണ്, നിങ്ങൾ ഒരിക്കലും ലജ്ജിച്ചു പോകത്തില്ല. നിങ്ങൾ യേശുവിനെ വിശ്വസിക്കുന്നവരാണ്, ലജ്ജിച്ചു പോകത്തില്ല. ഇമ്പോസിബിൾ. വേണമെങ്കിൽ വേറെ ആൾക്കാരൊക്കെ പല രീതിയിൽ പ്രസംഗിച്ചേക്കാം, പക്ഷെ ഞാൻ കാണുന്ന ദൈവത്തിന്റെ വചനത്തിനകത്ത് അവങ്കിലേക്ക് നോക്കിയവർ പ്രകാശിതരാണ്, അവരുടെ മുഖം ലജ്ജിച്ചു പോകത്തില്ല. ആനി റോയ്, നിങ്ങളുടെ മുഖം ലജ്ജിച്ചു പോകത്തില്ല. കാരണം നിങ്ങൾ യേശുവിലോട്ട് നോക്കിയവരാണ്. ദൈവം പറയുന്ന പോലെ ഭയത്തെ വിശ്വസിക്കരുത്, സാഹചര്യത്തെ വിശ്വസിക്കരുത്. ഭയം എന്ത് പറയുന്നു അതിന്റെ ഓപ്പോസിറ്റ് ചെയ്യും. നിങ്ങളുടെ മുഖം പ്രകാശിക്കും, നിങ്ങളുടെ കുടുംബത്തിന്റെ മുഖം പ്രകാശിക്കും. നിങ്ങൾ ലജ്ജിച്ചു പോകത്തില്ല, നിങ്ങൾ ലജ്ജിച്ചു പോകത്തില്ല. ഇത് ഇരിക്കുന്ന എല്ലാവരോടും പറയുവാണ്, നിങ്ങൾ ലജ്ജിച്ചു പോകത്തില്ല, ലജ്ജിച്ചു പോകത്തില്ല. ലിയോ ജസ്റ്റിൻ, നിങ്ങളുടെ മുഖം ലജ്ജിച്ചു പോകത്തില്ല, നിങ്ങളുടെ മുഖം ലജ്ജിച്ചു പോകത്തില്ല. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ. നിങ്ങൾക്ക് ഒരു ദൈവത്തിന്റെ വിളിയുണ്ട്, ഒരു സുവിശേഷ വേലയുമായിട്ട് ബന്ധപ്പെട്ട് ഒരു വിളിയുണ്ട്, ഒരു വിളിയുണ്ട്. ഞാൻ ഈ പറഞ്ഞ മുഖം പ്രകാശിച്ചെന്ന് പറഞ്ഞു, അതുപോലെ ദൈവം നിങ്ങളെ ഉപയോഗിക്കുന്ന ഒരു സമയം. യേശുവിന്റെ നാമം, യേശുവിന്റെ നാമം. ഞാൻ റെവലേഷൻ കാണുവാണ്, ദൈവം എന്നെ കൊട്ടാരക്കര എന്ന് കാണിക്കുക. കൊട്ടാരക്കരയുമായിട്ട് ബന്ധപ്പെട്ട് ഒരു ദൈവത്തിന്റെ മൂവ്മെന്റ് നിങ്ങളിൽ കൂടെ സംഭവിക്കും. യേശുവിന്റെ നാമത്തിൽ ആ ഒരു കാര്യത്തെ ഇപ്പോൾ ഞാൻ റിലീസ് ചെയ്യും. ആ ഒരു കാര്യത്തെ യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ. നിങ്ങൾക്ക് ഇതുവരെ നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യാത്ത ഒരു അഭിഷേകത്തിന്റെ തലം നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടി പോവാം. അതിനകത്ത് ഈ പറഞ്ഞ സ്ഥലത്തിന് ഒരു കണക്ഷനുണ്ട്, ആ ഒരു സ്ഥലത്തിന് ഒരു കണക്ഷനുണ്ട്. യേശുവിന്റെ നാമത്തിൽ കർത്താവേ, ഞാൻ ലിയോ ജസ്റ്റിനെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കും. ലിയോ ജസ്റ്റിനെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ. കർത്താവ്, ഇവരുടെ കുടുംബത്തെ ഞാൻ ബ്ലസ് ചെയ്യുന്നു. മിനിസ്ട്രിയുടെ വഴികളെ ഞാൻ ഓപ്പൺ ആക്കും യേശുവിന്റെ നാമത്തിൽ. മനുഷ്യൻ ഒരു വഴി അടച്ചാൽ ദൈവം 7 വഴി തുറക്കും, 7 വഴി തുറക്കും, 7 വഴി തുറക്കും യേശുവിന്റെ നാമത്തിൽ. കർത്താവെ, ആ വഴിയെ ഞാൻ ഈ ബ്രദറിന് വേണ്ടി ഞാൻ ഓപ്പൺ ആക്കും. ആ വഴിയെ ഞാൻ ബ്രദറിന് വേണ്ടി ഓപ്പൺ ആക്കും. ഓടാൻ വേണ്ടിയുള്ള സമയമാകും, ദൈവത്തിന് വേണ്ടി ഓടുവാൻ ദൈവം തിരഞ്ഞെടുക്കും. ഞാൻ ഈ പ്രാർത്ഥിക്കുന്ന സമയത്ത് ഞാൻ കാണുന്ന റെവലേഷൻ, ഒരു അനോയിന്റിങ് ഓയില് തലയിലോട്ട് വരുക. ഇതാണ് ഞാൻ കാണുന്ന റെവലേഷൻ. യേശുവിന്റെ നാമത്തിൽ കർത്താവെ, ഇപ്പോൾ കർത്താവെ അത് സംഭവിച്ചിരിക്കുന്ന കൃപയ്ക്കായിട്ട് നന്ദി. ഈ ഒരു പേരിനെ അങ്ങ് വലുതാക്കണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഈ ഒരു പേരിനെ അങ്ങ് വലുതാക്കണം യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ. ഇന്ത്യയുടെ പുറത്തും മിനിസ്ട്രി ചെയ്യും. ഇന്ത്യയുടെ, കേരളത്തിന്റെ പുറത്ത് ഞാൻ കാണുന്നു, അത് കഴിഞ്ഞ് ഇന്ത്യയുടെ പുറത്ത് ഞാൻ കാണും. യേശുവിന്റെ നാമത്തിൽ ആ ഒരു മിനിസ്ട്രി ഓപ്പണിങ്ങിനെ ഞാൻ റിലീസ് ചെയ്യും. ആ ഒരു മിനിസ്ട്രി ഓപ്പണിങ്ങിനെ ഞാൻ റിലീസ് ചെയ്യും. യെശയ്യാ പ്രവാചകൻ ദൈവത്തിന് വേണ്ടി ചില പ്രവചനങ്ങൾ നടത്തി, ചില ഇമ്പോസിബിൾ പ്രവചനങ്ങളാണ്. ദൈവം പറയാം, അങ്ങനെ ഒരു പ്രോഫറ്റിക്കൽ ലെവലും കൂടി ഓപ്പൺ ആവും നിങ്ങളിൽ കൂടെ. എനിക്കറിയത്തില്ല നിങ്ങൾ അഭിഷേകത്തിന് വേണ്ടി മൂവ് ചെയ്യുന്ന ഓടി നടക്കുന്ന ആളാണെന്നൊന്നും എനിക്കറിയത്തില്ല. പക്ഷെ ദൈവം പറയുവാണേ, അങ്ങനെ ഒരു മാൻഡിൽ നിങ്ങളുടെ മേലോട്ട് വരും യേശുവിന്റെ നാമത്തിൽ. കർത്താവെ, ഇപ്പോൾ അതിനെ റിലീസ് ചെയ്യുന്ന അങ്ങയുടെ വചനത്തെ യേശുവിന്റെ നാമത്തിൽ അതുപോലെ റിലീസ് ചെയ്യും. ജാതികളുടെ ഇടയിൽ ഒരു പ്രകാശമായിട്ട് മാറും. ജാതികൾ നിന്റെ പ്രകാശത്തിലോട്ട് കടന്നു വരാൻ വേണ്ടി പോവുക. രാജാക്കൻ നിന്റെ പ്രകാശത്തിലേക്ക് കടന്നു വരാൻ വേണ്ടി പോവുക യേശുവിന്റെ നാമത്തിൽ. കർത്താവ്, ഇപ്പോൾ ആ അനോയിന്റിങ്, ദൈവത്തിന്റെ ശക്തി റിയലി മൂവ് ചെയ്യും. ഇപ്പോൾ ആ അനോയിന്റിങ്ങിലേക്ക് കർത്താവെ അങ്ങ് കൊണ്ടുവരുന്ന കൃപയ്ക്കായിട്ട് ഇപ്പോൾ യേശുവിന്റെ നാമത്തിൽ. കർത്താവെ, സകല ലിമിറ്റേഷനെ ഞാൻ ബ്രേക്ക് ചെയ്യും. സകല അൺവാണ്ടഡ് യോഗസിനെ ഞാൻ ഇപ്പോൾ യേശുവിന്റെ നാമത്തിൽ ബ്രേക്ക് ചെയ്യും.
ബ്രേക്ക് ചെയ്യുന്നത് പൊട്ടിപ്പുറത്ത് വരട്ടെ, പൊട്ടിപ്പുറത്ത് വരട്ടെ, പൊട്ടിപ്പുറത്ത് വരട്ടെ യേശുവിന്റെ നാമത്തിൽ. കർത്താവ് ചെയ്തിരിക്കുന്ന കൃപയ്ക്കായിട്ട് യൂത്തിന്റെ ഇടയിൽ ഒരു മൂവ്മെന്റ്, യൂത്തിന്റെ ഇടയിൽ ഒരു മൂവ്മെന്റ് നിന്നിലൂടെ സംഭവിക്കും യേശുവിന്റെ നാമത്തിൽ. ഒത്തിരി യങ് ആയിട്ടുള്ള വ്യക്തികൾ നിന്നോട് കണക്റ്റഡ് ആണ്, ഒത്തിരി യങ് ആയിട്ടുള്ള വ്യക്തികൾ നിന്നോട് കണക്റ്റഡ് ആണ്. ആ ഒരു മൂവ്മെന്റിനെ ഞാൻ ഓപ്പൺ ആണ് ഇപ്പോൾ തന്നെ. അത് ചെയ്തിരിക്കുന്ന കൃപയ്ക്കായിട്ട് യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ, 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 ആമേൻ. അത് സംഭവിച്ചു യേശുവിന്റെ നാമത്തിൽ തന്നെ. ഇപ്പൊ ഞാൻ അതിന്റെ അടുത്തതിലോട്ട് ഞാൻ പോകട്ടെ. ഞാൻ ക്ലോസ് ചെയ്യാത്ത കാര്യമുണ്ടല്ലോ. യേശുവിന്റെ നാമത്തിൽ കർത്താവ്, ഇപ്പൊ നിങ്ങൾ പറഞ്ഞ പോലെ ദൈവം പറഞ്ഞ കാര്യം നിങ്ങളുടെ മുഖം പ്രകാശിക്കും. ഇത് നോക്കണം, 2 കൊരിന്ത്യർ 3:18. ഞാൻ ലാസ്റ്റത്തെ വേർഡ് വായിക്കുന്നു. 2 കൊരിന്ത്യർ 3:18. എന്നാൽ മൂടുപടം നീങ്ങിയ മുഖത്ത് കർത്താവിന്റെ തേജസ്സിനെ കണ്ണാടി പോലെ പ്രതിബിംബിക്കുന്നവരായി നാം എല്ലാവരും ആത്മാവാകുന്ന കർത്താവിന്റെ ദാനമായി തേജസ്സിന്റെ മേൽ തേജസ് പ്രാപിച്ച് അതേ പ്രതിമയായിട്ട് രൂപാന്തരപ്പെടും. നിങ്ങളുടെ സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞാൽ, നിങ്ങൾ ഈ തേജസ്സിലേക്ക് നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് സംഭവിക്കുന്ന ട്രാൻസ്ഫോർമേഷൻ, ഞാൻ അത് മൊത്തം എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. ഏറ്റവും സിമ്പിൾ ആയിട്ട് പറയുവാണെങ്കിൽ, നിങ്ങൾ അതേ പ്രതിമയായിട്ട് നിങ്ങൾ രൂപാന്തരപ്പെടും. തേജസ്സിൽ നിന്നും തേജസ്സിലേക്ക്, ഗ്ലോറിയിൽ നിന്നും ഗ്ലോറിയിലേക്ക്. നിങ്ങളുടെ ഉള്ളിലെ ഒരു ബോൺ അഗെയിൻ സ്പിരിറ്റ് ഉണ്ട്. ഈ ഒരു സ്പിരിറ്റ് നിങ്ങളുടെ ഉള്ളിൽ ഓൾറെഡി കിടപ്പുണ്ട്. പക്ഷെ നിങ്ങളുടെ സോളും അതിലോട്ട് ട്രാൻസ്ഫോം ചെയ്യേണ്ടതായിട്ടുണ്ട്. നിങ്ങൾ യേശുവിനെ പോലെ ആയി മാറും. ഈ ഗ്ലോറിയിലേക്ക് നിങ്ങൾ എപ്പോഴും നോക്കിക്കൊണ്ടിരുന്നാൽ, കർത്താവിലേക്ക് നിങ്ങൾ കണ്ടുകൊണ്ടിരുന്നാൽ, നിങ്ങൾ അതേ പ്രതിമയായിട്ട് നിങ്ങൾ രൂപാന്തരപ്പെടും. നിങ്ങൾ അതേ പ്രതിമയായിട്ട് രൂപാന്തരപ്പെടും. നിങ്ങൾ പല ആൾക്കാരുടെ മിനിസ്ട്രി കണ്ടാൽ അറിയാം. ചില ആൾക്കാരുടെയൊക്കെ മിനിസ്ട്രി ഭയങ്കര പവർഫുൾ ആണ്. കാരണം അവരുടെ ഉള്ളിൽ ആ ട്രാൻസ്ഫോർമേഷൻ നടന്നുകൊണ്ടിരിക്കുക. നിങ്ങളുടെ ഉള്ളിലെ ട്രാൻസ്ഫോർമേഷൻ എത്രമാത്രം ഉണ്ടോ അത്രയും പ്രവൃത്തിയെ നിങ്ങൾ നിന്ന് വെളിപ്പെടുത്തും. ഞാൻ പറയുന്ന കാര്യം, നിങ്ങൾ എപ്പോഴും കർത്താവിലേക്ക് നോക്കിക്കൊണ്ടിരിക്കുക. നിങ്ങൾ ഇരിക്കുന്ന പൊസിഷൻ എവിടെയാണ്? യു ആർ സീറ്റഡ് വിത്ത് ക്രൈസ്റ്റ് ഇൻ ഹെവൻലി പ്ലേസസ്. നിങ്ങൾ യേശുവിന്റെ കൂടെ സ്വർഗ സ്ഥലങ്ങളിൽ ഇരുത്തപ്പെട്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ കർത്താവിന്റെ തേജസ്സിനെ കാണും. കർത്താവിന്റെ തേജസ്സിനെ കാണുമ്പോൾ നിങ്ങൾ അതേ പ്രതിമയായിട്ട് നിങ്ങൾ രൂപാന്തരപ്പെട്ടുകൊണ്ടിരിക്കും. അതേ പ്രതിമയായിട്ട് നിങ്ങൾ രൂപാന്തരപ്പെട്ടുകൊണ്ടിരിക്കും. ഇതാണ് സത്യം, ഇതാണ് സത്യം. ഇന്ന് വിശ്വസിക്കുന്ന സകലരുടെ മേലും ഇതേ കാര്യം വെളിപ്പെടും. ദൈവം നിങ്ങളോട് പറഞ്ഞ കാര്യം, നിങ്ങളുടെ പൊസിഷൻ മാറി. നിങ്ങൾ ദാസനല്ല, നിങ്ങൾ പുത്രനാണ്. നിങ്ങൾ എവിടെ ഇരിക്കുന്ന? നിങ്ങൾ ഭൂമിയിലല്ല, നിങ്ങൾ ഹെവൻലി പ്ലേസസ് ഇരിക്കുക. കുറച്ചുകൂടെ കറക്റ്റായിട്ട് പറഞ്ഞാൽ, നിങ്ങൾ യേശുവിൽ ഇരിക്കുവാണ്. യേശുവിൽ ഇരിക്കുക. നിങ്ങൾ യേശുവിൽ മറഞ്ഞിരിക്കും. പിശാച് നിങ്ങളെ കാണത്തില്ല. പിശാച് നോക്കിയാൽ കാണുന്ന യേശുവിനെ. ചില ആൾക്കാർ പറയും നിങ്ങളെ പിശാച് അടിച്ച് താഴെ എന്നൊക്കെ പറയും. ഞാൻ അതിനെ വിശ്വസിക്കത്തില്ല. പിശാച് നോക്കുമ്പോൾ നിങ്ങളെ കാണത്തില്ല. റീസൺ, നിങ്ങൾ യേശുവിൽ മറഞ്ഞിരിക്കും. ഇംപോസിബിൾ ആണ് നിങ്ങൾ തൊടാൻ. അതുകൊണ്ട് ദൈവത്തിന്റെ ശക്തി നിങ്ങൾക്ക് വേണ്ടി വ്യാപരിക്കും. നിങ്ങൾ യേശുവിനെ തൊട്ടാൽ മതി. ഞാൻ എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടി പോയി. യേശുവിന്റെ നാമം കർത്താവെ, ഇപ്പോൾ ഞാൻ ടിൻറ്റു മേരിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഇന്ന് ഇവിടെ പറഞ്ഞ പോലെ യേശുവിന്റെ നാമം കർത്താവെ, യേശുവിനെ തൊട്ടപ്പോൾ തന്നെ ശക്തി വ്യാപരിച്ച് കർത്താവ് പറയും അതേ പ്രമാണത്തിലേക്ക് വരും. യേശുവിന്റെ പ്രമാണത്തിലേക്ക് വരും. യേശുവിനോട് പ്രാർത്ഥിക്കും. യേശുവിനെ തന്നെ ആശ്രയിക്കുക. യേശുവിനെ തൊടുക. യേശുവിന്റെ നാമത്തിൽ കർത്താവെ, ഞാൻ ബ്ലസ് ചെയ്യുന്ന സകല സാഹചര്യങ്ങളെ ഞാൻ ക്യാൻസൽ ചെയ്യുന്നു. ഭയത്തെ ഞാൻ ക്യാൻസൽ ചെയ്യുന്നു. യേശുവിന്റെ നാമത്തിൽ in the name of Jesus, in the mighty name of Jesus, let the power of the Holy Spirit manifest right now in the name of Jesus. ഇപ്പോൾ അത് വ്യാപരിക്കുക യേശുവിന്റെ നാമത്തിൽ കർത്താവെ. അവരുടെ ഫാമിലിയിലെ ഡെലിവറൻസിനെ ഞാൻ കൽപ്പിക്കുന്നു. ഇവരതിനകത്ത് നിലനിൽക്കട്ടെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അതിനെ ഞാൻ യേശുവിന്റെ നാമത്തിൽ റിലീസ് ചെയ്യും. കർത്താവെ, അതിനെ ചെയ്ത കൃപയ്ക്കായിട്ട് കർത്താവെ, ഞാൻ വർഗീസ് ഫാമിലിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു യേശുവിന്റെ നാമത്തിൽ. കർത്താവെ, അവരുടെ കുടുംബത്തിൽ ഇതേ കാര്യം വെളിപ്പെടട്ടെ. എല്ലാ പൈശാചികമായിട്ടുള്ള പോരുകളുടെ മേലും അവർക്ക് അധികാരം കൊടുത്ത കൃപയ്ക്കായിട്ട് നന്ദി. അതിനകത്ത് അവർ വിജയിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അതിനകത്ത് അവർ വിജയിക്കട്ടെ. ഒരു പൈശാചിക ശക്തി നിങ്ങളെ തൊടത്തില്ല. നിങ്ങൾ കർത്താവിൽ മറഞ്ഞിരിക്കുക. ദൈവം പറയുക, സാഹചര്യത്തെ വിശ്വസിക്കേണ്ട, നിങ്ങളുടെ വിശ്വാസത്താൽ നിങ്ങൾ മുന്നോട്ട് പോവുക. നിങ്ങൾ പറയുമ്പോൾ സംഭവിക്കും. ദൈവം ഒരു അധികാരത്തെ തരുക. നിങ്ങൾ പറയുമ്പോൾ സംഭവിക്കും. യേശുവിന്റെ നാമത്തിൽ ആ ഒരു
കാര്യത്തെ ഞാൻ റിലീസ് ചെയ്യുന്നു. കർത്താവ്, ഞാൻ സുരേഷ് ബാബുവിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു യേശുവിന്റെ നാമത്തിൽ. കർത്താവെ, സകലവിധമായ രോഗത്തിന്റെ കണക്ഷൻസിനെ അങ്ങ് ബ്രേക്ക് ചെയ്ത കൃപയ്ക്കായിട്ട് ആ റിയാലിറ്റിയിലേക്ക് കർത്താവ് എൻ്റർ ആകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു യേശുവിന്റെ നാമത്തിൽ. യേശുവിന്റെ നാമത്തിൽ ശരീരത്തിലുള്ള ആ വിഷവസ്തുക്കൾ പുറത്തു പോകട്ടെ യേശുവിന്റെ നാമത്തിൽ. അത് യേശുവിന്റെ നാമത്തിൽ അത് പോട്ടെന്ന് ഞാൻ കൽപ്പിക്കുന്നു. അതിനെ ഞാൻ ഡീആക്ടിവേറ്റ് ചെയ്യുന്നു. കർത്താവെ, സകല രോഗത്തിന്റെ കണക്ഷൻസും ഡിസ്കണക്ട് ചെയ്യുന്നു. ബ്ലഡിലെ കാര്യങ്ങളെല്ലാം നോർമലിലേക്ക് കടന്നു വരട്ടെ. എല്ലാ കാര്യങ്ങളും നോർമലിലേക്ക് കടന്നു വരട്ടെ യേശുവിന്റെ നാമത്തിൽ. അതിനെ ഞാൻ റിലീസ് ചെയ്യും. കർത്താവെ, ഞാൻ കാർത്തിക്കിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഞാൻ അനീഷ് ചായന് വേണ്ടി പ്രാർത്ഥിക്കുന്നു യേശുവിന്റെ നാമം. കർത്താവെ, അവരുടെ കുടുംബത്തെ ഞാൻ ബ്ലസ് ചെയ്യും. യഥാർത്ഥത്തിൽ കർത്താവിന്റെ കവനന്റ് അവിടെ വെളിപ്പെടട്ടെ. കർത്താവിന്റെ ശക്തി അവിടെ വെളിപ്പെടട്ടെ. ഇപ്പോൾ കർത്താവെ, അങ്ങയുടെ ദൂതൻ അവിടെ പ്രസന്റ് ആയിരിക്കുന്ന കൃപയ്ക്കായിട്ട് ഞാൻ അങ്ങനെ റെവലേഷൻ കാണുവാണ്. നിങ്ങൾക്ക് വേണ്ടി ദൈവത്തിന്റെ ദൂതൻ പ്രസന്റ് ആയിട്ട് നിൽക്കുക യേശുവിന്റെ നാമത്തിൽ. യേശുവിന്റെ നാമത്തിൽ കർത്താവെ, അവരുടെ ആവശ്യം അതിനെ ഞാൻ റിലീസ് ചെയ്യും യേശു ക്രിസ്തുവിന്റെ നാമം. യേശുവിന്റെ നാമം. യേശുവിന്റെ നാമം. കർത്താവ്, ഇവർക്ക് വേണ്ടി സ്വന്തമായിട്ട് ഒരു ഭവനത്തെ ഞാൻ റിലീസ് ചെയ്യും. ഒരു സാധ്യതയില്ല, ഒരു വഴിയില്ല, പക്ഷെ അതിനെ ഞാൻ റിലീസ് ചെയ്യും. അതിനുവേണ്ടിയുള്ള കാര്യങ്ങളെ ഞാൻ യേശുവിന്റെ നാമത്തിൽ ഓപ്പൺ ആക്കും. ഇപ്പോൾ അത് സംഭവിച്ചിരിക്കുന്ന കൃപയ്ക്കായിട്ട് യേശുവിന്റെ നാമത്തിൽ കർത്താവ് ചെയ്ത കൃപയ്ക്കായിട്ട്. കർത്താവ്, ഞാൻ തോമസ് ജോണിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. എല്ലാവിധമായ തടസ്സങ്ങളെ ഞാൻ ക്യാൻസൽ ചെയ്യുന്നു. ദൈവത്തിന് വേണ്ടി പ്രയോജനപ്പെടട്ടെ. സകല മേഖലയിൽ അനുഗ്രഹമായിട്ട് മാറട്ടെ. കർത്താവ്, ഞാൻ ഇമ്മാനുവലിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു യേശുവിന്റെ നാമത്തിൽ. ഞാൻ ബ്ലസ് ചെയ്യുന്നു യേശുവിന്റെ നാമത്തിൽ. കർത്താവ്, എല്ലാം നോർമലിലേക്ക് വരണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. എല്ലാ തടസ്സങ്ങളും എല്ലാ കാര്യങ്ങളും നോർമലാകട്ടെ. കർത്താവിന്റെ ശക്തി യഥാർത്ഥമായിട്ട് അവിടെ റിലീസ് ആകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. യഥാർത്ഥമായിട്ട് അവിടെ റിലീസ് ആകട്ടെ യേശുവിന്റെ നാമത്തിൽ. കർത്താവ്, ഞാൻ മെർനാൻഡിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു യേശുവിന്റെ നാമത്തിൽ. കർത്താവ്, ഇന്നിവിടെ പറഞ്ഞ പോലെ തന്നെ ആ ഹെവൻലി പ്ലേസസ് കർത്താവ് അവിടെ ഇരുത്തിയിരിക്കുന്ന കൃപയ്ക്കായിട്ട് അങ്ങയുടെ ഗ്ലോറി റിയൽ ആയിട്ട് വിസിബിൾ ആകട്ടെ. യഥാർത്ഥത്തിൽ ദൈവത്തിന്റെ സാന്നിധ്യം, മഹത്വം വെളിപ്പെടട്ടെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. മഹത്വം സകല മേഖലകളിലും യേശുവിന്റെ നാമത്തിൽ വെളിപ്പെടട്ടെ. യേശുവിന്റെ നാമത്തിൽ. യേശുവിന്റെ നാമത്തിൽ. യേശുവിന്റെ നാമത്തിൽ. യേശുവിന്റെ നാമത്തിൽ. കർത്താവ്, അതിനെ ഞാൻ റിലീസ് ചെയ്യും. ഞാൻ പ്രാർത്ഥിച്ച ഒരു സമയത്ത് ഞാൻ ഒരു കാരവാൻ റിലീസ് ആവുന്നതായിട്ട് കാണാം. ഒരു കാരവാൻ, വലിയൊരു കാരവാൻ പോലെ ഒരു കാര്യം ദൈവം എന്നെ കാണിക്കും. അത് ഉടനെ സംഭവിക്കാൻ വേണ്ടി പോവാം യേശുവിന്റെ നാമത്തിൽ. അതിനെ ഞാൻ റിലീസ് ചെയ്യും. കർത്താവെ, ഞാൻ ഗോഡ്സിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ആ എല്ലാ മേഖലയിലും ഒരു ബ്രേക്ക് ത്രൂവിനെ ഞാൻ കൽപ്പിക്കുന്നു. എല്ലാ മേഖലയിലും യേശുവിന്റെ നാമത്തിൽ ആ ബ്രേക്ക് ത്രൂ അവിടെ സംഭവിക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ സംഭവിക്കട്ടെ. ഇന്ന് പ്രവചനം സംഭവിച്ച പോലെ അത് റിലീസ് ആകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഞാൻ റോസിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അവരെ അങ്ങ് ഓൾറെഡി അനുഗ്രഹിച്ച കൃപയ്ക്കായിട്ട് അതിന്റെ മേൽ കർത്താവെ അങ്ങ് പ്രവർത്തിക്കണം യേശുവിന്റെ നാമത്തിൽ. ആ ജോലി അനുഗ്രഹമായിട്ട് മാറട്ടെ. അതിന്റെ മേൽ വലിയ ബ്ലെസ്സിങ് ഉണ്ടാകട്ടെ പ്രാർത്ഥിക്കുന്നു. ഹസ്ബൻഡിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. വലിയ റിലീസ്, അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ. ഫേവറിനെ ഞാൻ റിലീസ് ചെയ്യും യേശുവിന്റെ നാമത്തിൽ. കർത്താവ്, ഞാൻ മിനി ഷാജിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അവരുടെ കുടുംബത്തെ ഞാൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവ്, വിനോദിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അവരുടെ കുടുംബത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവ്, ആനി ബൈഷു മിസ്സിന് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു, അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൽ നിന്നും ചില കാര്യങ്ങൾ അവിടെ റിലീസ് ആകട്ടെ. കർത്താവ്, ഒരു അധികാരത്തെ, ഒരു പൊസിഷനെ ഞാൻ അവിടെ റിലീസ് ചെയ്യും. യേശുവിന്റെ നാമത്തിൽ. കർത്താവ്, ഞാൻ ഗ്രേസ് അമ്മ ജോർജിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അവരുടെ കുടുംബത്തെ ബ്ലസ് ചെയ്യുന്നു. എല്ലാ മേഖലയിലും കർത്താവിന്റെ ഗ്ലോറി അവിടെ മാനിഫെസ്റ്റ് ആവട്ടെ. കർത്താവ്, ഞാൻ ബ്ലസ്സിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു യേശുവിന്റെ നാമം. പിശാചിന്റെ സകല തന്ത്രങ്ങളെ ഞാൻ ക്യാൻസൽ ചെയ്യുന്നു. ഒരു വഴിയെ യേശുവിന്റെ നാമത്തിൽ ഞാൻ ഓപ്പൺ ആക്കുന്നു. അതിനുവേണ്ടിയുള്ള തടസ്സങ്ങളെ ഞാൻ ക്യാൻസൽ ചെയ്യും. കർത്താവ്, വിദേശവുമായിട്ട് ബന്ധപ്പെട്ട് ഒരു കണക്ഷനെ ഞാൻ യേശുവിന്റെ നാമത്തിൽ ഓപ്പൺ ആക്കുന്നു. അങ്ങനെ ഒരു വഴി അവന് വേണ്ടി ഞാൻ റിലീസ് ചെയ്യും. കർത്താവ്, അതിനെ ചെയ്ത കൃപയ്ക്കായിട്ട്. കർത്താവ്, ഞാൻ മഞ്ജുവിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ നാമത്തെ അനുഗ്രഹിക്കുന്നു. എല്ലാ മേഖലയും ദൈവത്തിന് വേണ്ടി ശക്തമായിട്ട് പ്രയോജനപ്പെടണം പ്രാർത്ഥിക്കുന്നു.
കർത്താവ്, ഞാൻ ടാനിയ സൂസന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന്റെ ശക്തി റിയലി മാനിഫെസ്റ്റഡ് ആയിരിക്കുന്ന കൃപയ്ക്കായിട്ട് നന്ദി. പുതിയ ചില ടെസ്റ്റ് മണീസ് പുറത്തു വരട്ടെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഒരു ടെസ്റ്റ് മണി യേശുവിന്റെ നാമത്തിൽ പുറത്തു വരട്ടെ യേശുവിന്റെ നാമത്തിൽ. അത് സംഭവിക്കാൻ വേണ്ടി ഉടനെ ഒരു ടെസ്റ്റ് മണി പുറത്തു വരാൻ വേണ്ടി പോകും. കർത്താവ്, ഞാൻ ലിൻറ്റോന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ കർത്താവ്, അവരുടെ സാമ്പത്തിക മേഖലയിൽ ഒരു ബ്ലെസ്സിങ്ങിനെ ഞാൻ റിലീസ് ചെയ്യും. എല്ലാവിധമായ തടസ്സങ്ങളും ഞാൻ ക്യാൻസൽ ചെയ്യുന്നു. ദൈവത്തിൽ കർത്താവെ, അവർക്ക് വേണ്ടി ഒരു വഴിയെ ഞാൻ ഓപ്പൺ ആക്കും, ഒരു സ്ഥലത്തെ ഞാൻ ഓപ്പൺ ആക്കും യേശുവിന്റെ നാമത്തിൽ. കർത്താവ്, അവരുടെ വീടിനെ അങ്ങ് തൊടുന്ന കൃപയ്ക്കായിട്ട് നന്ദി. യേശുവിന്റെ നാമം ഇപ്പോൾ തന്നെ അവരുടെ മാതാവിന് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവിന്റെ കരം അവിടെ റിലീസാകട്ടെ. യേശുവിന്റെ നാമത്തിൽ എല്ലാവിധമായ ഡിസീസസ്, രക്തവുമായിട്ട് ബന്ധപ്പെട്ട് ആ ഡിസീസിനെ ഞാൻ ഡിസ്കണക്ട് ചെയ്ത് പ്രാർത്ഥിക്കും. കർത്താവെ, ഞാൻ കൃപാകോശിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവെ, യേശുവിന്റെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഒരു വലിയ ഒരു സാമ്പത്തിക വഴിയെ യേശുവിന്റെ നാമത്തിൽ ഓപ്പൺ ആക്കുന്നു. അതിന്റെ മേൽ അങ്ങ് പ്രവർത്തിക്കണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു യേശുവിന്റെ നാമത്തിൽ. കർത്താവെ, അതിനെ ഞാൻ റിലീസ് ചെയ്ത് പെട്ടെന്ന് തന്നെ എല്ലാം സെറ്റിൽ ആകട്ടെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു യേശുവിന്റെ നാമത്തിൽ. വീണ്ടും സ്ഥലങ്ങൾ ഉണ്ടാകട്ടെ, വീണ്ടും വീടുകൾ ഉണ്ടാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു യേശുവിന്റെ നാമത്തിൽ. കർത്താവെ, അപ്പോൾ തന്നെ ഞാൻ അച്ഛന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അവന്റെ മേലെ ഒരു വലിയൊരു ഓപ്പണിങ്ങിനെ ഞാൻ കൽപ്പിക്കുന്നു. എല്ലാവിധ പൈശാചികമായ കണക്ഷൻസിനെ ഞാൻ ഡിസ്കണക്ട് ചെയ്യുന്നു. നെഗറ്റീവ് ഇൻട്രസ്റ്റുകളെ യേശുവിന്റെ നാമത്തിൽ ഡിസ്കണക്ട് ചെയ്യുന്നു. ദൈവത്തിൽ നിന്ന് ഒരു വലിയൊരു നോളജിനെ ഞാൻ റിലീസ് ചെയ്യും. കർത്താവ്, ഇവിടെ വന്നിരിക്കുന്ന സകല വ്യക്തികളെ ഞാൻ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. ഇവരുടെ മേലെ സംഭവിച്ചു കൃപയ്ക്കായിട്ട് കർത്താവ്, ഞാൻ ആനിറോയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഇവരുടെ കുടുംബം വളരെ പെട്ടെന്ന് തന്നെ ആ ഫ്രീഡത്തിലേക്ക് കടന്നു വരട്ടെ. ഹസ്ബൻഡിന് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവ്, അങ്ങയുടെ കരം ഓൾറെഡി ഇന്ന് ആ ഒരു ടെസ്റ്റ് മണി പുറത്തു വരണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അതങ്ങ് ചെയ്ത കൃപയ്ക്കായിരുന്നു. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ കർത്താവ്, അങ്ങ് ചെയ്ത കൃപയ്ക്കായിരുന്നു യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. ഞാൻ വിശ്വസിക്കുന്നു നിങ്ങൾക്ക് ഈ മീറ്റിംഗ് ബ്ലെസ്സിങ് ആയിരുന്നെന്ന് വിശ്വസിക്കുന്നു. ഈ വചനത്തെ വീണ്ടും കേൾക്കാൻ പറ്റുന്നവർ കേൾക്കുക. എനിക്കറിയത്തില്ല എത്രമാത്രം അത് നിങ്ങളുടെ ഉള്ളിലോട്ട് കയറുന്ന എനിക്കറിയത്തില്ല. പക്ഷെ ഞാൻ പറഞ്ഞ കാര്യം ഇത്രയേ ഉള്ളൂ. കർത്താവിന്റെ പ്രമാണത്തിൽ നിന്നാൽ കർത്താവായ യേശുക്രിസ്തുവിലുള്ള സകല കാര്യങ്ങളും നമുക്ക് വേണ്ടി റിലീസാകും. വളരെ സിമ്പിൾ ആണ്. അതുകൊണ്ട് ദൈവം നമ്മളെ ഇരുത്തിയ പൊസിഷനിൽ നമ്മൾ ഇരിക്കുക. ഇതാണ് ഞാൻ പറഞ്ഞത്. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. അതുപോലെ തന്നെ എന്തെങ്കിലും പ്രാർത്ഥന വിഷയം ഉണ്ടെങ്കിൽ ജസ്റ്റ് മെസ്സേജ് അയക്കുക. ഞാൻ മാക്സിമം റിപ്ലൈ ചെയ്യാൻ നോക്കാം. താങ്ക് യു. എല്ലാവർക്കും ഒരിക്കൽ കൂടെ നന്ദി പറയുന്നു. നന്ദി. താങ്ക് യു.